Galatians chapter 5 verse 16 തൊട്ട് വായിച്ചാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം മുതൽ വായിച്ചാണ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. നിർത്തി വായിക്കും. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ആത്മാവിനെ അനുസരിക്കണം എന്നുണ്ടെങ്കിൽ ആത്മാവ് നമ്മളിൽ വേണം. ആത്മാവില്ല നമുക്ക് അനുസരിക്കാൻ പറ്റൂ? പലർക്കും കഴിയാത്തതിന്റെ കാര്യം ആത്മാവില്ല, ഉണ്ടെന്നാണ് ധാരണ. പരിശുദ്ധാത്മാവ് പലരിലും ഇല്ല, പലരിലും ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ ഈ 1 മണിക്കൂർ കഴിയുമ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ വല്ലവരെയും ശോധന ചെയ്യേണ്ട, നമ്മളെ തന്നെ ശോധന ചെയ്താണ്. 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും എന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ്. പിള്ളേർ ചോദ്യം കേൾക്കുന്നുണ്ടോ? ആര് വർത്താനം പറഞ്ഞേക്കരുത്, ഒറ്റ ഒരെണ്ണം. നിലത്ത് കുലുങ്ങി ആര് ബൈബിൾ വായിച്ചു തീർക്കണ്ട. വായിക്കുന്ന ഒരു ആന്റി ഉണ്ട്, ആ ആന്റി വായിച്ചോളൂ. നിങ്ങൾ ആരും ബൈബിൾ വായിക്കണ്ട, എല്ലാവരും എന്നെ നോക്കിക്കോണം. ഈ കുഞ്ഞുങ്ങളൊക്കെ മുതകത്ത് ഭാരം വെച്ച് കുനിച്ചിരിക്കാണ്, നേരെ നോക്കത്തില്ല. വേണ്ട കേട്ടോ, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകും. അപ്പൊ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവിനെ അനുസരിക്കാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ആത്മാവിനെ അനുസരിക്കാൻ ആത്മാവ് പറയുന്ന കേൾക്കണം. കേൾക്കാറുണ്ടോ? അതാ ഞാൻ ഇന്നലെ ചോദിച്ചത്. നമ്മുടെ ലൈഫിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എന്തുവാണ്? എന്റെ എക്സ്പീരിയൻസ്, വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? ഈ കഴിഞ്ഞ ഒരാഴ്ച പരിശുദ്ധാത്മാവുമായിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ്? നമുക്ക് ആകെപ്പാടെയുള്ള എക്സ്പീരിയൻസ് പറയുന്നത് വരിക, കൈകൊട്ടുക, അന്യഭാഷ പറയാ, വീട്ടിൽ പോവാം. നാളെ സ്വാഭാവികം ഉണ്ടെങ്കിൽ നാളെ വരും, അന്യഭാഷ പറയും, കൈകൊട്ടും, വീട്ടിൽ പോകും. ദൈവമക്കളെ, ഇതല്ലാതെ ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനോട് നമ്മൾ സംസാരിക്കാറുണ്ടോ? നമ്മുടെ കൂടെ ഇരിക്കാനായി പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആരും അത് മനസ്സിലാക്കുന്നുമില്ല, നമുക്ക് അറിയത്തുമില്ല. സ്തോത്രം. ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിക്കണം. 3 പേര് നമ്മളോട് നിരന്തരമായി സംസാരിക്കും. വളരെ ശ്രദ്ധിച്ചോണം. 3 പേര് നിരന്തരമായി സംസാരിക്കും. 1, പരിശുദ്ധാത്മാവ് സംസാരിക്കും. 2, നമ്മുടെ മനസ്സ് സംസാരിക്കും. മനസ്സ് സംസാരിക്കും. 3, പിശാച് സംസാരിക്കും. ഇത് 3 കൂടെ കേട്ട് കൺഫ്യൂഷൻ ആകരുത്. ഇത് 3 കൂടെ കേട്ട് നമ്മളെ ആത്മാക്കൾ കൺഫ്യൂഷൻ ആയി കിടക്കുകയാണ്. തിരിച്ചറിയാനുള്ള ചില മാർഗങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന കാര്യം പറയുന്നതിന് മുമ്പ് മനസ്സ് സംസാരിക്കുന്ന കാര്യം പറയാം. ഇന്നത്തെ പ്രവാചകന്മാര് പലതും പ്രവചനം തെറ്റാനുള്ള കാര്യം മനസ്സ് സംസാരിക്കുന്നത് പറയുന്നുണ്ട്. മനസ്സ് സംസാരിക്കുന്നത് പറയുന്നുണ്ട്. മനസ്സ് എന്താണ് സംസാരിക്കുന്നത്? മനസ്സ് സംസാരിക്കുന്നത് എപ്പോഴും നമ്മളെ ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യം സംസാരിക്കുന്നുള്ളൂ. 1, നമ്മളെ ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യമേ സംസാരിക്കുന്നുള്ളൂ. 2, അവൻ ഈ ലോകത്തിലേക്ക് കണ്ണ് വെച്ചായിരിക്കും സംസാരിക്കുന്ന മുഴുവൻ. മനസ്സിലായോ? എന്നാൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നമ്മളെ ബൂസ്റ്റ് ചെയ്യാനല്ല. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നിട്ട് നമ്മളെ ദൈവരാജ്യത്തോട് അടുപ്പിക്കാനുള്ള ദൂത് പറയും. സ്വർഗരാജ്യത്തിൽ എത്താനുള്ള കാര്യം സംസാരിക്കും. നിന്റെ മുന്നിൽ ട്രാപ്പ് ഉണ്ടെങ്കിൽ കർത്താവ് വെളിപ്പെടുത്തും. പോകരുത്. ദൈവത്തോട് അടുപ്പിക്കുന്ന ദൂതുകൾ, ദൈവത്തോട് അടുപ്പിക്കുന്ന മെസ്സേജുകൾ ദൈവത്തിനോട് സംസാരിക്കും. നിത്യതയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന കാര്യം സംസാരിക്കും. സ്തോത്രം. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാകും. പാസ്റ്റർ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു പ്രവാചകൻ എന്നിട്ട് പറഞ്ഞിട്ട് പോയി, പാസ്റ്റർ അപ്പൊ ഞാൻ അവിടെ കൺഫ്യൂഷൻ ആവല്ലോ, എനിക്ക് പാസ്റ്റർ നാട്ടിലൊരു 800 കാറാ. എന്നോട് പ്രവാചകൻ വന്നിട്ട് പറഞ്ഞിട്ട് പോയി, അത് മെർസിഡീസ് ബെൻസ് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മിസ്റ്റേക്ക് ആണോ പാസ്റ്റർ? ഞാൻ വിശ്വസിക്കട്ടെ? നിങ്ങൾ പറ, വിശ്വസിക്കണം. എനിക്ക് 800 കാറാ. ഒരു പ്രവാചകൻ വന്നിട്ട് പറയുകയാണ് മെർസിഡീസ് ബെൻസിന്റെ എംബ്ലം ഞാൻ കാണുന്നു, ഒരു ബെൻസ് കാർ നിനക്ക് തരാൻ പോകും. വിശ്വസിക്കണ്ടേ? അയ്യോ എന്റെ ഭാഷ അങ്ങനെ പറയാൻ ഞങ്ങൾ ഉള്ള ദൂതല്ല, അങ്ങനെ വിശ്വസിച്ചോണ്ടിരിക്കുക. മോഹം ജനിപ്പിക്കുന്ന ഏതൊരു ദൂതും ദൈവത്തിൽ നിന്നുള്ളതല്ല. മനസ്സിലായോ? മോഹം ജനിപ്പിക്കുന്ന ഒരു ദൂതും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മളെ മോഹം ജനിപ്പിക്കുന്ന ഒറ്റ ദൂതും ദൈവത്തിൽ നിന്നുള്ളതല്ല.
എടാ 800 വണ്ടിയുണ്ട്, ഞാൻ 800 സുസുക്കി മാരുതി ഇതുകൊണ്ട് നടക്കുന്ന എന്റെ മനസ്സിലേക്ക് ഒരിക്കലും ഇല്ലാത്തൊരു മോഹം, ഒരു പ്രവാചകം വന്ന് ഇടുക, മെർസിഡസ് ബെൻസ് കാർ കിട്ടുമോ. അന്ന് മുതൽ പിന്നെ എന്റെ പ്രാർത്ഥന മുഴുവൻ, കർത്താവേ എനിക്ക് മെർസിഡസ് കാർ തരാൻ പോകുന്ന ദൈവം തന്നാ മേടിച്ചോണം. ദൈവം അയക്കുന്ന പ്രവാചകന്മാർക്ക് നിന്റെ കാറ് മാറ്റുന്ന പരിപാടിയല്ല. മനസ്സിലായോ? ദൈവം അയക്കുന്ന പ്രവാചകന്മാർക്ക് ഈ ലോകത്തിലെ നിന്നെ കുറിച്ച് എവിടെങ്കിലും ചേരെ പിടിക്കുന്ന പരിപാടിയല്ല. നിന്റെ നിത്യ നഷ്ടപ്പെടുത്താതെ അങ്ങെത്തിക്കണം. അതാണ് ദൈവത്തിന്റെ പരിപാടി. പ്രവാചകന്മാരെ തിരിച്ചറിഞ്ഞോണം. ഒറ്റ കാര്യം ഓർത്താൽ മതി. ദൂത് കേൾക്കുമ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് എവിടെ നിന്നുള്ള കാര്യം എല്ലാം കിട്ടും കേട്ടോ. കിട്ടത്തില്ല ഞാൻ പറഞ്ഞില്ല, വിശാലോട്ട് തരും. എന്നറിയാം, 13 ഏക്കർ സ്ഥലം എനിക്ക് കിട്ടുമായിരുന്നോ? കിട്ടും. എന്താ ഉറപ്പെന്നറിയാമോ? പുള്ളി കറക്റ്റ് ടൈമിൽ പറഞ്ഞു ഈ മാസം രജിസ്ട്രേഷൻ നടക്കും. ചുമ്മാ ഊഹാമോഹമൊന്നുമല്ല പറഞ്ഞേ. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്ന അതിനകത്ത് കണക്ഷനാ. പിശാചിന്റെ തന്ത്രം, അവൻ ആത്മീയ കവറിംഗ് ഇട്ടായിരിക്കും നമ്മുടെ മുന്നിൽ വരുന്നത്. എന്തുവാ? സ്പിരിച്വൽ കവറിംഗ്. അതിന്റെ അകത്ത് ദൈവദാസന്മാർ കുടുങ്ങും, ദൈവമക്കൾ കുടുങ്ങും. 10,000-കണക്കിന് ആൾക്കാർ ആത്മഹത്യ എന്ന് പുറത്തു വരുമെന്ന് അറിയാമെന്ന് പൈശാചിക മണ്ഡലത്തിന് ഒരു കാര്യം മനസ്സിലായി. പാസ്റ്റർ സാം ജനത്തിനെ പൂട്ടണം, അവരെ ഒരു റിയൽ എസ്റ്റേറ്റ് ഹബ്ബാക്കി മാറ്റണം. നിങ്ങൾക്കറിയാമോ 13 ഏക്കർ സ്ഥലം NH കിട്ടിയാൽ ഞാൻ ആരാ നിങ്ങൾക്കറിയാമോ? എന്റെ ആസ് നിങ്ങൾക്കറിയാമോ? എനിക്ക് എല്ലാവർക്കും പറയാം, പാസ്റ്റർ മുട്ടങ്കി വെച്ച മോൻ എന്നെ കർത്താവ് അനുഗ്രഹിച്ചു, എനിക്ക് ഇഷ്ടം പോലെ സ്വത്ത് കർത്താവെന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞ് നികളിച്ച് നടക്കാം. പക്ഷേ ഈ 10,000-കണക്കിന് ആൾക്കാര് ജീവിതം അവസാനിപ്പിച്ച് മണ്ണോട് മണ്ണ് ചേരും. അവന്റെ ടാർഗറ്റ് അതെനിക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു, എനിക്ക് വേണ്ടത് പറഞ്ഞു. എന്താ പാസ്റ്റർ കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല, അത് തരുന്ന ദൈവമല്ല. 40 ദിവസം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ കർത്താവിന്റെ പാർട്ടി വന്നില്ലേ, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ അവന് ദൗത്യം മനസ്സിലായി. എന്തിനാ തമ്പുരാൻ വന്നെന്നുള്ള ദൗത്യം മനസ്സിലായിട്ടാ ആ ടാർഗറ്റ് മുന്നിൽ വെച്ചത് എന്ന് പറഞ്ഞ പോലെ ദൈവദാസന്മാര് മുന്നോട്ട് പോകുമ്പോ പിശാചിന് അറിയാം ഇവൻ എവിടെ എത്തും. അതുകൊണ്ട് അവൻ മുന്നിൽ കൊണ്ടുവന്ന് നമ്മളെ പിടിക്കാനുള്ള ചൂണ്ടയിടും. ഇവിടെയാണ് പലരും കുടുങ്ങി കിടക്കുന്നത്. എനിക്കറിയാം. അവളം കൊണ്ട് തീർന്നില്ല, അടുത്താളിനെ കർത്താവ് അയച്ചു. അപ്പൊ 3 പേർ സംസാരിക്കും. 1 മനസ്സ്, 2 പരിശുദ്ധാത്മാവ്, 3 പിശാച്. പിശാച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ പ്രവൃത്തിയിലാണ് കൊണ്ടുവരുന്നത്, വിശ്വസിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നു. എന്നെ അമേരിക്കയിൽ ഒരു ആന്റി വിളിച്ചിട്ട് പറഞ്ഞു, സാംബാസിനെ ഞാൻ അടുത്ത ആഴ്ച നാട്ടിൽ വരുന്നുണ്ട്, നമുക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞാൻ പറഞ്ഞു, എന്താ അമ്മച്ചി വിഷയം, എന്താ ആന്റി വിഷയം? അതെ അപ്പച്ചൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് അമേരിക്ക താമസിച്ചിട്ടുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് പാസ്റ്റർ ഒന്ന് കണ്ട് ചില കാര്യം സംസാരിക്കാനുണ്ട്, അടുത്ത ആഴ്ച ഞാൻ വരും, അവർ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അവർ തിരുവല്ലയെ വന്നിട്ട് എന്നെ വിളിച്ചു. ഞാൻ അവരെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ആന്റി പറഞ്ഞു, സാംബാസ് ഞാനൊരു വലിയ ദൗത്യ സാംബാസ് ഏൽപ്പിക്കാൻ പോവാണ്. ഞങ്ങൾക്ക് ലോകം മുതൽ 275 ഔട്ട്സ്റ്റേഷൻസ് ഉണ്ട്, സുവിശേഷ ഔട്ട്സ്റ്റേഷൻസ് ആണ്. അത് മിഷണറിമാരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ലീഡറായിട്ട് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എല്ലാ മാസവും അമേരിക്ക വിട്ട് പോകുമ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് എന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യൻ ഗവൺമെൻറ് എന്നെ ചോദ്യം ചെയ്തു, എന്തുകൊണ്ട് നിങ്ങൾ പല സമയത്ത് ഇന്ത്യയിൽ കയറി വരുന്നു, എന്താ കാരണം കാണിക്കണം. അപ്പം അതെനിക്ക് ആൻസർ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ സാംബാസിൽ എനിക്ക് ദൈവാത്മാവ് കാണിച്ചു. ആരാ കാണിച്ചേ? ദൈവാത്മാവ്. അതുകൊണ്ട് സാംബാസ്റ്റർ ഈ ദൗത്യം ഏറ്റെടുക്കണം. ഞാൻ നല്ലൊരു തുക മാസം ബാങ്കിലെടുത്തു. ടാറ്റ സിയാറക്കാർ കേരളത്തിൽ കിടപ്പുണ്ട്, ലോകം മുഴുവൻ പോകാൻ ടിക്കറ്റ് ഞാൻ അയച്ചു തരും, എല്ലാം ഞാൻ ചെയ്യും. ഈ ദൗത്യം ഏറ്റെടുക്കണം. ഇന്ന് തന്നെ പ്രാർത്ഥിച്ചിട്ട് വിവരം പറയണം. ഞാൻ പറഞ്ഞു, പാസ്റ്റർ അച്ഛമാമ ആന്റി പ്രാർത്ഥിക്കേണ്ട കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, എന്റെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. കണ്ടോ, ദൈവത്തിന്റെ ആത്മാ പറഞ്ഞില്ലേ? പറയും. എപ്പോഴും ഓർത്തോണം, അവന്റെ പരിപാടി മുഴുവൻ സ്പിരിച്വൽ കവറിങ്ങിലാണ്. അവൻ ട്രാപ്പിട്ട് അവൻ ഉപായത്താൽ നമ്മളെ
ചതിക്കും. അവന്റെ ഏറ്റവും വലിയ ആയുധം കൺഫ്യൂഷൻ. എന്തുവാ? കൺഫ്യൂഷൻ. ഈ കൺഫ്യൂഷൻ ഇടും. ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? പരിശുദ്ധാത്മാവ് ആവശ്യമുണ്ടോ? ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറഞ്ഞ് അനുസരിക്കണമോ? ഇത്രയും കഠിനമാണോ എന്നൊക്കെ നമ്മളിങ്ങനെ കൺഫ്യൂഷൻ ഇടും. അതിനെ ആവോയോട് ചോദിച്ചു വന്ന് വാസ്തവമായി അവൻ കൽപ്പിച്ചിട്ടുണ്ടോ? കൺഫ്യൂഷൻ അല്ലേ? ഇത് തന്നെയാണ് നമ്മളിൽ വിടുന്നത്. അപ്പോൾ 3 പേര് സംസാരിക്കും. ഇന്ന് മുതൽ തിരിച്ചോണം. എന്നോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവാണോ എന്ന് തിരിച്ചറിയാനുള്ള കാര്യം ഒറ്റ വഴിയുള്ളൂ. ഉയരത്തിലേക്കുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നതെങ്കിൽ 100% പരിശുദ്ധാത്മാവാണ്. ദൈവത്തോട് നിങ്ങളെ അടുപ്പിക്കുന്ന കാര്യമാണെങ്കിൽ പരിശുദ്ധാത്മാവാണ്. പാപബോധം പറ്റുന്ന കാര്യമാണോ? പരിശുദ്ധാത്മാവാണ്. ഒന്നും അടിക്കണം. ചില ആൾക്കാർക്ക് യോഗത്തിന് ഇറങ്ങുമ്പോഴാണ് പ്രശ്നം. വണ്ടി പഞ്ചറായി. അവിടെ നമ്മൾ എന്താ പറഞ്ഞറിയോ? ഇന്നൊരു നടത്തിപ്പില്ല, എന്നാ പോകണ്ട. എവിടെ ഇറങ്ങിയപ്പോഴാ? യോഗത്തിന് പോകാറില്ല. യോഗത്തിന് പോകാൻ നടത്തിപ്പില്ല. ആര് പറഞ്ഞു? വണ്ടി പഞ്ചറായ ഇവിടെ ഓട്ടോ ഇല്ല, ടാക്സി പിടിച്ചാണെങ്കിലും യോഗത്തിന് വരണം. എടാ നിന്റെ വിടുതല്ലേ അവൻ താങ്ങടാ. അവിടെ നടത്തിപ്പല്ല, നീ വണ്ടി പിടിച്ച് വന്നോണം. കല്യാണത്തിന് പോകുമ്പോൾ വേണേ പോകണ്ട കേട്ടോ, നടത്തിപ്പ വീട്ടിൽ തിരിച്ചു കയറി പോയി. പക്ഷെ നീ യോഗത്തിന് വരുമ്പോൾ നടത്തിപ്പല്ല, നീ ടാക്സി പിടിച്ച് വന്നോണം. വിടുതല പരിശുദ്ധാത്മാവ് ഇടപെടുന്ന മനസ്സിലാക്കിക്കോണം. മുന്നോട്ട് പോവാ. ആത്മാവിനെ അനുസരിച്ച് നടക്കണം എന്നുണ്ടെങ്കിൽ ആത്മാവ് പറയുന്ന കേൾക്കണം. ഇന്ന് മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് അങ്ങോട്ട് പറയുന്നതൊക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. പറഞ്ഞില്ല, ഇത്ര നാളെ കുറെ പറഞ്ഞില്ല. പറയുന്ന കൂടെ അനുഗ്രഹിക്കണല്ലേ പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ എത്ര സമയം സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു? ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ നോക്കിക്കേ, ഇന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾ ഒന്നും പ്രാർത്ഥിക്കണ്ട, ഒരു വകയും പ്രാർത്ഥിക്കണ്ട. നിങ്ങൾ 1 മണിക്കൂർ സ്തോത്രം പറഞ്ഞു. നന്ദിയപ്പ, നന്ദിയപ്പ, സകലത്തിൽ നന്ദിയപ്പ, 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 സ്തോത്രപ്പ, സ്തോത്രപ്പ. നോക്കിക്കേ, നിങ്ങൾ ഇന്ന് വരെ കാണാത്ത ദൈവസാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങും. മലയാളികൾക്ക് നന്ദി പറയാൻ അറിയത്തില്ല. അവർക്ക് നമസ്കാരം പറയാനേ അറിയത്തുള്ളൂ, താങ്ക് പറയാൻ അറിയത്തില്ല. നന്ദി പറയണം. എന്നിട്ട് വെയിറ്റ് ചെയ്യണം. കർത്താവ് എന്നോട് പറയാനുള്ളപ്പ, എന്നോടൊന്ന് സംസാരിക്കണം. അപ്പൊ ഞാൻ അങ്ങോട്ട് പറയൂല്ലേ, എന്തെങ്കിലും ഒന്ന് പറ കർത്താവേ, എന്തെങ്കിലും ഒന്ന് പറ. എന്നിട്ട് ഇരിക്കണം, ദിവസം ഇരിക്കണം. രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ദൈവാത്മാവ് നിങ്ങളെ തട്ടി ഉണർത്തും. ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ചിലപ്പോൾ ഒരു വചനം ദൈവം ഇടപെടും, പെട്ടെന്ന് എഴുന്നേറ്റ് നോട്ടിക്കണം. ഞാൻ പലപ്പോഴും ദൈവത്തിന് ചിലപ്പോൾ രാത്രി സംസാരിക്കുമ്പോൾ എഴുന്നേറ്റ് നോട്ട് ചെയ്യാനൊക്കെ പാടെ, ചിലപ്പോൾ എഴുതാനൊന്നും പറ്റുന്നില്ല. പെട്ടെന്ന് മൊബൈൽ എടുത്തിട്ട് റെക്കോർഡ് ചെയ്യും. കർത്താവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു, ഇത്ര വാക്യം ഇത്ര വചനം എന്നോട് ഇങ്ങനെ ഈ പ്രകാരം സംസാരിച്ചു എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യാൻ വെച്ചേക്കും. രാവിലെ ഒന്ന് റെക്കോർഡ് കേട്ടിട്ട് ആ വാക്കെടുത്ത് വായിച്ചിട്ട് അപ്പോഴാ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരും. ഏതായാലും മൊബൈൽ എടുത്തിരിപ്പില്ലേ, ഉറക്കം പോകുമ്പോൾ നിങ്ങൾ തോണ്ടി തോണ്ടി നോക്കുന്നില്ലേ? ആ സമയത്ത് ദൈവാത്മാവ് ഇടപെട്ട് പോകട്ടെ തന്നെ റെക്കോർഡ് ചെയ്തു. ഞാൻ മുന്നോട്ട് പോവുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കണം. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. അടുത്ത വാക്യം വായിച്ചാൽ സിസ്റ്റർ താഴോട്ടെ. കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളെല്ലാം എഴുതുവാണ്. എന്തോ എഴുതുന്ന സ്റ്റോറി എഴുതുവാണ്. എന്തോ എഴുതല്ലോ കേട്ടോ, ഇതെല്ലാം കേൾക്കണം. ഇതുപോലെ എഴുതിക്കോണം. ജഡാഭിലാഷം എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ ആഗ്രഹം. അഭിലാഷം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ജഡത്തിന്റെ ആഗ്രഹം ആത്മാവിന്റെ ആഗ്രഹത്തിനെതിരും, ആത്മാവിന്റെ ആഗ്രഹം ജഡത്തിന്റെ ആഗ്രഹത്തിന് വിരോധമായി. അപ്പൊ നിങ്ങളൊരു കാര്യം ചിന്തിച്ചോണം. നമ്മൾ ആകെപ്പാടെ പോരാടുന്ന കർത്താവേ പിശാച്, നമ്മുടെ പോരാട്ടപ്പെടും ഇതാ. പിശാചിനെ പോരാടുക, പിശാചിനെ ആട്ടുക, ഇതൊക്കെയാ പരിപാടി. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചോണം, ഏറ്റവും വലിയ പോരാട്ടം നമ്മുടെ ശരീരത്താണ്. നമ്മളെ ഇതിനെ ജയിക്കാൻ നിങ്ങൾ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ആദ്യം നമ്മുടെ ശരീരത്തെ ജയിക്കണം. നിങ്ങൾ തീറ്റിപ്പോറ്റുന്ന കപ്പ, ഇറച്ചിയും കുപ്പൂസും ചിക്കനും ഒക്കെ കൊടുക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ, അങ്ങോട്ട് ചെല്ലാതിരിക്കാൻ വേണ്ടി പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. അതാ ഇവിടെ പറയുന്നത്.
നിന്റെ ജഡാഭിലാഷവും ആത്മാഭിലാഷവും തമ്മിൽ പോരാടിക്കൊണ്ടിരിക്കുവാന്ന്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് ആത്മാവിന്റെ അഭിലാഷ അല്ലെങ്കിൽ ആത്മാവിന്റെ ആഗ്രഹത്തെ നിങ്ങൾ മാനിച്ച് ജഡത്തിന്റെ ആഗ്രഹത്തെ തോപ്പിച്ച് ഇതിനകത്ത് വന്നിരിക്കുക. പ്രാർത്ഥനയ്ക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ, ഓഫീസിൽ ഇരിക്കുമ്പോൾ ജഡത്തിന്റെ ആഗ്രഹം അല്ലെങ്കിൽ സോളിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു, ഇന്നലെ പോയതല്ലേ, ഇന്നുകൂടെ കണ്ടിന്യൂസ് പോയിരിക്കാൻ പറ്റുമോ, നാളെ വെള്ളിയാഴ്ചയല്ലേ, നാളെ ഇനി മീറ്റിംഗ് ഇല്ലേ, ഇവിടെ ഇന്നിനും പോകണം, നാളെ പോകാം എന്ന് ജഡം പറഞ്ഞപ്പോൾ ആത്മാവിനെ പറഞ്ഞു, ഇല്ല ഇന്ന് എനിക്ക് പോകണം, ഇന്നെനിക്ക് പോകണം. അങ്ങനെ ജഡത്തിന്റെ അഭിലാഷത്തെ അമർത്തി കളഞ്ഞിട്ട് മീറ്റിംഗിൽ വന്നിരിക്കുക. ഇതിന്റെ അകത്ത് പലർക്കും വരാൻ കഴിഞ്ഞിട്ടില്ല. അതറിയാമോ? ജഡം ജയിച്ചു, ആത്മാവ് തോറ്റു. പിടിക്കട്ടോ, ഇതെല്ലാ ദിവസവും. ഇത് പ്രാർത്ഥനയ്ക്ക് വരാൻ വേണ്ടി മാത്രമല്ല. ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥന കേട്ടു, ഈ മെസ്സേജ് കേട്ടിട്ട് തീരുമാനമൊക്കെ എടുക്കും. നാളെ തൊട്ട് ഞാൻ പാസ്റ്റർ പറഞ്ഞതുപോലെ കുറെ സ്തോത്രം ചെയ്യാൻ പോകും, ഇരുന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ പോവാം, 5 മണിക്കാണ് എഴുന്നേക്കും, അലാറവും വെക്കും, 5 മണിക്ക് അലാറവും വെക്കും, കിണികണിന്ന് അടിക്കും, ഓഫ് ചെയ്യും. രാത്രി ലേറ്റ് ആയിട്ടില്ല കിടന്നേ, നാളെ തൊട്ട് പ്രാർത്ഥിക്കാം. ആര് ജയിച്ചു? ജഡം ജയിച്ചു. അപ്പൊ നമ്മുടെ ജഡത്തെയും സോളിനെയും പിശാച് കൺട്രോൾ ചെയ്തിട്ട് ആത്മാവിനെ ഞെരുക്കുക. ഓ, ഇത് തമ്മിൽ പോരാട്ടം ഉണ്ട്, ഇതിനെ ജയിക്കണം. അടുത്ത വായിച്ചേ. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ല. കേട്ടോ, ഇതായി പറഞ്ഞു, ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമാണ്. ഓക്കെ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. അല്ല, ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്. വായിക്കണ്ട, 15 കൂട്ടം കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഈ 15 കൂട്ടത്തിൽ നമ്മൾ ആദ്യത്തെ ഒരു 6 എണ്ണം വിട്ടേക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 6 എണ്ണം, ഭിന്നത, സൂയ, പിണക്കം, ജാരശങ്ക, ക്രോധം, സ്വന്തപക്ഷം, ഇങ്ങനെയുള്ള നമ്മുടെ ലൈഫിൽ ഡെയിലി നമ്മുടെ കൂട്ടുകാരായിട്ട് നടക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ഇതില്ലാത്തവരാരുമില്ല. ഭിന്നതയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അസൂയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതെല്ലാവരും ഉണ്ട്. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് നമ്മുടെ ശക്തി കൊണ്ട് ഇതിനെ ജയിക്കാൻ പറ്റത്തില്ല. അസൂയ ഇല്ലാതാക്കാൻ പറ്റത്തില്ല, ഭിന്നത ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ചർച്ചയിൽ ഭിന്നതയുണ്ടോ? അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് എന്നില്ല. അസൂയുണ്ടോ? അർത്ഥം അസൂയ വ്യാപരിക്കുന്നുണ്ടോ? നിങ്ങൾ പരിശുദ്ധാത്മാവിന് കീഴടങ്ങുന്നില്ല. ഇതെല്ലാം കൂടി നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ജഡത്തിന്റെ പ്രവർത്തികളെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിൽ കൂടെ മാത്രമേ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഒറ്റ ദിവസം കൊണ്ട് മാറുന്ന കാര്യമല്ല. അസൂയം പിണക്കവും ഒന്നും ഒരു ദിവസം കൊണ്ട് പോകത്തില്ല. ഹല്ലേലൂയ. ഇത് വേരൂന്നി നിൽക്കുന്ന ഒരു വൃക്ഷമാണ്. ഈ പറയുന്ന ഈ 15 കൂട്ടം മലയാളത്തിലും ഇംഗ്ലീഷിലും 17 കൂട്ടം ഇംഗ്ലീഷിൽ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന 2 കാര്യമുണ്ട്. ഒന്ന് സ്വാർത്ഥ അഭിലാഷം, 2 അശ്ലീല അഭിലാഷം. ഇത് 2 കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ആണുണ്ട്, ഈ മലയാളത്തിൽ അതില്ല. അപ്പൊ ഈ 17 കൂട്ടം ഫലം കായ്ക്കുന്ന വൃക്ഷം നമ്മൾ നിൽക്കുക. നമുക്ക് പിടികിട്ടിയോ? ഇതിന്റെ ഫലം പറിച്ചു കളഞ്ഞിട്ട് കാര്യമില്ല, വീണ്ടും കിളുക്കും. മനസ്സിലായോ? നമ്മൾ ഈ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇന്ന് മുതൽ ഞാൻ അസൂയപ്പെടത്തില്ല, പറിച്ചു കളഞ്ഞേക്കാം, പറിച്ചാൽ പോത്തില്ല, അത് വീണ്ടും കിളുക്കും. മനസ്സിലായോ? ഈ വടവൃക്ഷത്തിന്റെ വേര് കരിയണം, റൂട്ട് കത്തണം. അതെങ്ങനെ കത്തിക്കണം? നമുക്ക് കത്തിക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവിലേക്ക് നമ്മളെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഓരോ ദിവസവും കർത്താവേ, എന്റെ അസൂയ ഇല്ലാതാകണം, എന്റെ ക്രോധം ഇല്ലാതാകണം, എന്റെ കോപം ഇല്ലാതാകണം, എന്റെ മദ്യപാനാസക്തി ഇല്ലാതാകണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് റൂട്ട് കത്തി. ഞാൻ പറഞ്ഞത്, നമ്മളെ കൊണ്ട് ക്രിസ്ത്യൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടായേ പറ്റത്തുള്ളൂ. റൂട്ട് കട്ടായി കഴിയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് ഏകീഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഞാൻ പറഞ്ഞത് ഇത്രയും വിശദമായിട്ട് നമ്മൾ ഓരോന്ന് പറഞ്ഞു പോയാൽ സമയം മുന്നോട്ട് പോകും. ഒറ്റ കാര്യം ഞങ്ങൾ പറയാം, ആത്മാവിന്റെ ഫലം താഴെ കിടപ്പുണ്ട്, ജഡത്തിന്റെ ഫലങ്ങൾ മേളിൽ കിടപ്പുണ്ട്. കണ്ടല്ലോ, അത് കണ്ടു. ഒരു കാര്യം ഞാൻ മൊത്തത്തിൽ പറയുക, ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഫലത്തിന്റെ ശക്തി ഇല്ലാതാകണമെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ഫലം കായ്ക്കണമെങ്കിലും ആത്മാവ് നമ്മളിൽ വർദ്ധിക്കണം. ഒന്നുകൂടെ പറഞ്ഞുതരാം, ജഡത്തിന്റെ ഫലം ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിലും ആത്മാവിന്റെ ഫലങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിലും പരിശുദ്ധാത്മാവുമായിട്ട് കണക്ട് ചെയ്യപ്പെടണം. കാര്യം പിടികിട്ടിയോ?
ക്രിസ്തീയ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. ഒരിച്ചിരി സ്തോത്രം. ഈ വിശുദ്ധ ജീവിതം വേർപാടെന്നൊക്കെ പറയുന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. വെള്ള ഉടുപ്പിട്ടാലും ഉണ്ടാകുന്ന കാര്യമല്ല. പറഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യമല്ല. നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവര് നമ്മളെ നോക്കിയിട്ട് പറയാം, ഇവൻ ആ ജോണിയെ പോലല്ല. മനസ്സിലായോ? നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് അറബികൾ നിങ്ങളെ നോക്കി പറയണം, ആ ലിസിയെയും ആ മേഴ്സിയെയും പോലെ അല്ല ഈ മറിയക്കുട്ടി എന്ന് പറയണം. അവനിത് മനസ്സിലാക്കുന്നത് ഇവിടെ ലിസിയും ക്രിസ്ത്യാനി, മേഴ്സിയും ക്രിസ്ത്യാനി, മറിയക്കുട്ടിയും ക്രിസ്ത്യാനി. പക്ഷെ ഈ 3 ക്രിസ്ത്യാനി കൂടെ അവൻ നോക്കുമ്പോൾ ഇവിടെ മറിയക്കുട്ടിക്ക് പ്രത്യേകത, അവൾ മാറി നിന്ന് പ്രാർത്ഥിക്കുന്നു, വളരെ ഭാവനയോട് സംസാരിക്കുന്നു, ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുന്നു. അവള് ബന്ധക്കോസുകാരെന്ന് അറബിക്ക് അറിയത്തില്ല, പക്ഷെ അവിടെ സ്വഭാവം കണ്ടിട്ട് അവന് മനസ്സിലായി ഇവൻ എന്തോ ഒരു സെപ്പറേഷൻ ഉണ്ട്. നമ്മള് വലിയ കാര്യത്തിൽ പറയുന്നു, നമ്മൾ വേർപെട്ടവരാ. ആര് വേർപെട്ടു? ഇവിടുത്തെ വേർപെട്ടു ആര് പറയണം? നാട്ടുകാർ പറയണം. നമ്മുടെ വീട്ടിൽ ഭാര്യയും കുഞ്ഞുങ്ങളും പറയണം നമ്മൾ വേർപെടാണോ. നിങ്ങൾ ഈ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ. പരിശുദ്ധാത്മാവില്ലാതെ ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ കഴിയുന്നില്ല. ആത്മാവിനെ പോലെ നമ്മൾ വർക്ക് ചെയ്തില്ല. ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ല. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു ദിവസം കൊണ്ടല്ല. അസൂയ ഒരു ദിവസം കൊണ്ട് മരിക്കുമോ? മരിക്കത്തില്ല. പരദൂഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ അത്ര ഇല്ല, നാട്ടിലാണ് ഭയങ്കര പരദൂഷണം. സഭായമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഫോണൊക്കെ ഫ്രീ അല്ലേ. പണ്ടായിരുന്നു 30 വയസ്സായിട്ട് ചാടിപ്പാവൊന്നും ഇല്ല, അപ്പൊ ഫ്രീയാ. അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, വിളിക്കും, ഇടി ചിന്നമതി അരട്ടി വിളി, ഇത് വന്ന പാസ്റ്റ്, അയ്യോ എന്തായിരുന്നു, എന്തൊക്കെയാ പറഞ്ഞ വിളി പറയുന്നത്, എനിക്കൊന്നും പിടിക്കിട്ടില്ല. എന്നിട്ടാണ് ചിന്നമ്മ വിളിച്ച് വേറെ ആളെ വിളിക്കും. ഇങ്ങനെ ചിന്നമ്മ ഞാൻ പേരിഷ്ടോട്ട് പറഞ്ഞു, ഇവിടെ ആരും ഉണ്ടെങ്കിൽ ക്ഷമിച്ചാൽ കണക്കട്ടോ. അത് അങ്ങനെ വിളിച്ചു, പരദൂഷണമാണ്. ഇവിടെ എന്നാലും ഞാൻ കണ്ടോന്ന് ചോദി, അവളെ ഇട്ടോണ്ട് ഡ്രസ്സ് കണ്ടോ, ഇതൊക്കെ സമാജത്തിൽ ഇടാൻ പറ്റുന്നതാണോ? ഇങ്ങനെയൊക്കെയാണോ പിള്ളേർ? പരദൂഷണം ഇത് എല്ലാ ദിവസവും പറഞ്ഞിട്ട് ഓർക്കാൻ പറ്റും. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിൽ വരുമ്പോൾ പരദൂഷണം പറയാൻ ഫോൺ എടുക്കും. ഭയങ്കര പാടാ. പിന്നെ ചെല്ലും, അയ്യോ വിളിച്ചില്ലെങ്കിൽ വലിക്കും, വിളിച്ചേക്കാം, വേണ്ട വേണ്ട കേട്ടോ, മാറുന്നുണ്ടോ? ഇങ്ങനെ പതുക്കെ പുറകോട്ട് മാറും. ഒറ്റ ദിവസം കൊണ്ട് വിശുദ്ധനാകത്തില്ല. ഇതിങ്ങനെ വന്ന് ഓരോ ദിവസവും വൈകിട്ട് ഒരു സ്കാനിങ് നടത്തണം. നിങ്ങൾ കർത്താവേ, ഞാൻ ഇന്നലത്തെക്കാൾ ഇന്ന് വിശുദ്ധനാണോ? 2024 ഞാൻ വിശുദ്ധിയാണോ 2025 ജീവിക്കുന്നത്? ഓരോ ദിവസവും ക്രിസ്തുവിനോട് നിങ്ങൾ ഒത്തു നോക്കണം. ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. എവിടെല്ലാം ദൈവവചനത്തിൽ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് എവിടെല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ അതിന്റെ എല്ലാം പുറകിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചേ പറ്റൂ. നിങ്ങളെ സംശയം ബൈബിളിൽ നിങ്ങൾ അടിച്ചു നോക്കിക്കോ, ഗൂഗിളിലോ ചാറ്റിൽ അടിച്ചു നോക്കിക്കോ. എവിടെല്ലാം ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് എഴുതിയിട്ടുണ്ടോ അതിന്റെ എല്ലാം പുറകിൽ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളുണ്ട്. രണ്ട് കാര്യം പറയാം. നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെ നീതിയെ കവിയണം. കവിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അങ്ങനെ കവി അവളെ നീതി പഠിക്കണം. അപ്പൊ അറിയാം നമ്മുടെ കള്ളത്തിന്. ആഴ്ച 2 വട്ടം ഉപവസിക്കും. ആഴ്ചയിൽ 6 നേരം ഉപവസിക്കുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? അപ്പൊ അവിടെ തന്നെ നീതി പോയോ? എല്ലാത്തിനും ആധാരം കൊടുക്കും.
തേങ്ങ ഇട്ടാലേ 10 തേങ്ങ ഇട്ടാവുന്ന മാറ്റും. ഒല വെട്ടിയാ മാറ്റും, കോഴിമുട്ട ഇട്ടാ മാറ്റും. പണ്ടൊക്കെ അമ്മച്ചിമാരൊക്കെ അങ്ങനെ ആയിരുന്നു. സഹായത്തിന് വരുമ്പോഴേ കയ്യിലൊരു കൈലിയും കൊണ്ടായിരുന്നേ. അവരുടെ വീട്ടിൽ അന്ന് എന്തെല്ലാം കായ്ഫലം ഉണ്ടായോ. അവരുടെ വീട്ടിൽ 10 കിലോ അരി മേടിച്ചാൽ 1 കിലോ പാസ്റ്ററൊക്കെ മാറ്റി വെക്കും. അതൊക്കെ കഴിച്ചാൽ ഞങ്ങളൊക്കെ വളർന്നേ. സ്തോത്രം. ഇന്നതില്ല. എന്താ കുഴപ്പമെന്നറിയാവോ? നീ ദൈവത്തിനെ വെട്ടിച്ചാൽ ദൈവം മുഖം തിരിച്ചു. പലരുടെ അനുഗ്രഹത്തിന് തടസ്സമെന്നറിയാമോ? ഹോസ്പിറ്റലിൽ കൊണ്ട് കാശ് കൊടുക്കുന്ന കാര്യം എന്നറിയാമോ? ദൈവത്തിനെ വെട്ടിക്കരുത്. ദൈവത്തിനെ വെട്ടിക്കരുത്. നിന്റെ ശമ്പളം കിട്ടുമ്പോൾ നീ ആദ്യം മാറ്റണം ദൈവത്തിനുള്ളത്. പണ്ട് ഞങ്ങളുടെ പപ്പ പറയുമായിരുന്നു, 2000 ശമ്പളമുള്ള ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ അച്ഛനുണ്ടായിരുന്നു. 200 രൂപ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. പാസ്റ്റേ പ്രാർത്ഥിക്കണം, നല്ല ജോലി കിട്ടണം, പ്രാർത്ഥിക്കാം, ദൈവം നല്ല ജോലി തരും. നല്ല ജോലി കൊടുത്തു. 2 ലക്ഷം രൂപ മാസ ശമ്പളമുള്ള ജോലി. ഗൾഫിലാണ്. പാസ്റ്റർക്ക് 5000 രൂപ അയച്ചോ. പാസ്റ്റേ ദശാംശം 2 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആൾ 20,000 രൂപ മാറ്റാൻ പറ്റും. എന്തും വീട്ടിൽ ചെലവാ പാസ്റ്റർ. 2000 ഉള്ളപ്പോ നീ 200 മാറ്റുമായിരുന്നു. പക്ഷെ 2 ലക്ഷം ആയപ്പോഴേ 20,000 മാറ്റാൻ മടിയായി. ചോദ്യം കേട്ടോ, ദൈവത്തിനുള്ളത് നമ്മൾ അപകരിക്കണം. അപകരിച്ചാൽ പോലും വേണ്ട. അപ്പോൾ ആത്മാവിന്റെ ഫലം കായ്ക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണോ? വേണം. 2 മരമാണ്, ഓർത്തോണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ മരത്തിനകത്ത് കായ്ക്കുന്ന മുഴുവൻ ഈ ദുഷ്ടഞ്ച, ഭിന്നത, അസൂയ, ഇത് വേറെ ഉണങ്ങണം. പരിശുദ്ധാത്മ ഉണക്കി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. 2ാമത്തെ മരം, ലോക മനുഷ്യരുടെ മരം നിപ്പുണ്ട്. ആ മരത്തിലുണ്ട് സ്നേഹം, സമാധാനം, സൗമ്യത, എല്ലാം ആ മരത്തിലുമുണ്ട്. ആ മരം നമ്മളിലുമുണ്ട്, ലോക മനുഷ്യരിലുമുണ്ട്. ഹുസൈനിലുമുണ്ട്, നാരായണിലുമുണ്ട്, തോമാച്ചനിലുമുണ്ട്. അവന് സ്നേഹമുണ്ട്, നമ്മളിൽ സ്നേഹമുണ്ട്, അല്ലേ? അതാണ് ലോക സ്നേഹം. ആ മരത്തിനകത്ത് ഈ സ്നേഹം, സമാധാനം എല്ലാം ഉണ്ട്. നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ലക്ഷക്കണക്കിന് രൂപ ദിറംസ് എന്ന് പറഞ്ഞാൽ ഞാൻ ദുബായിൽ കണ്ടിട്ടുണ്ട്. കാറിന്റെ സീറ്റിൽ, മുന്നിൽ സീറ്റിൽ 500 ദിറംസിന്റെ കെട്ടെടുത്ത് വെച്ചിട്ട് വഴി കൂടെ പോകുമ്പോൾ വഴി തൂത്ത് മാറുന്ന ബംഗാളി എന്ന് പറഞ്ഞിട്ട് 500 നോട്ട് എടുത്ത് കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെക്കാൾ സക്കാത്ത് കൊടുക്കുന്നവർ അവർക്ക് സ്നേഹമില്ല എന്നിട്ടാണ്. പക്ഷേ ആ മരം നമ്മളിലുമുണ്ട്. ആ മരമല്ല ഇത്. ഇത് പരിശുദ്ധാത്മാവെന്ന മരം. ഇതിന്റെ അകത്ത് കായ്ക്കുന്ന സ്നേഹവും ആ കായ്ക്കുന്ന സ്നേഹവും തമ്മിൽ വ്യത്യാസം. അത് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. അത് നമ്മളെ കായ്ക്കുന്നുണ്ടോ നോക്കിയാൽ മതി. അവർ സക്കാത്ത് കൊടുക്കുന്നു, അവർ ആരും അറിയാതെ വീട് വെച്ചു കൊടുക്കുന്നു, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അതിന്റെ ഒരു അംശം പോലും നമുക്കില്ല. പക്ഷെ ഈ പരിശുദ്ധാത്മാവിന്റെ ട്രീ നമ്മൾ കിളുക്കുന്നുണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുന്ന ആ സ്നേഹത്തിന്റെ വ്യത്യാസം എന്തുവാ? ആ സ്നേഹത്തിന്റെ വ്യത്യാസം നമ്മുടെ ശരീരത്തിന്റെ വികാരത്തിൽ നിന്ന് പുറത്തു വരുന്നില്ല. ആ സ്നേഹം ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? ഒരു മനുഷ്യനെ കണ്ട ഒരു കരുവ് നമുക്ക് തോന്നത്തില്ലേ? അലിവ് തോന്നും, സ്നേഹം തോന്നും. ഈ സ്നേഹം അങ്ങനെ വികാരത്തിൽ നിന്ന് പുറത്തു വരുത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? ഈ സ്നേഹത്തിന്റെ പ്രത്യേകത യേശുവിന്റെ കാലുകളിൽ എന്നെ നിന്ദിക്കുന്നതിന് എനിക്ക് സ്നേഹിക്കാൻ പറ്റും. എന്റെ മുഖത്തടിക്കുന്ന എനിക്ക് സ്നേഹിക്കാൻ പറ്റും. എന്നെ കുറ്റം പറഞ്ഞ ഭാര്യ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമോ? എന്റെ ഇടയ്ക്ക് അതിന്റെ പ്രശ്നം ഉണ്ടാക്കിയ എന്റെ സഹോദരൻ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമോ? എന്റെ സഭയിൽ എനിക്കെതിരെ ആവശ്യമില്ലാത്ത കാര്യം പറയാൻ സഹോദരനെ സ്നേഹിക്കാൻ പറ്റുമോ? എന്റെ വീട്ടിൽ കയറാത്ത സഹോദരന്റെ വീട്ടിൽ ഞാൻ പോത്തില്ല. ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോളി സ്പിരിറ്റ് വേണം. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഹോളി സ്പിരിറ്റ് വേണം. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഹോളി സ്പിരിറ്റ് വേണം. നിന്റെ കൂട്ട സഹോദരനെ നീ കെട്ടിപ്പിടിച്ച് സഹോദര കെട്ടിപ്പോയത് വേണമെങ്കിൽ ഈ സ്നേഹം
ഹല്ലേലൂയ. ഈ സ്നേഹം വ്യാപരിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ലേ? യേശു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറയുന്നത് കർത്താവ് ദൈവമാണ്, പൗലോസൊക്കെ അല്ലേ? അല്ല. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഗ്രഹാം സ്റ്റേറ്റ്സിനെയും 2 കുഞ്ഞുങ്ങളെയും കത്തിച്ചു എന്നൊക്കെ അറിയാം. ആ ഗ്ലാഡിസ് ആൻഡ് ദുബൈ വന്ന സമയത്ത് സാക്ഷി പറഞ്ഞ ചെവി കൊണ്ട് കേട്ടതാണ്. എനിക്ക് കേസില്ല, എന്റെ ഭർത്താവ് എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ അവിടെ ചെന്ന് കണ്ടോളാം, എനിക്ക് കേസില്ല. ചാർലി ക്രിക്കിന്റെ വൈഫ് പറഞ്ഞിട്ടില്ലേ, എനിക്ക് കേസില്ല. സ്വന്തം ഭർത്താവിനെ കൊന്നവരെ പോലെ പറഞ്ഞു. എന്താ കാര്യം അറിയാമോ? ഈ സ്നേഹം പരിശുദ്ധാത്മാവിൽ. ദൈവമക്കൾ, ഇത് നമ്മൾ വ്യാപരിക്കുന്നുണ്ടോ? നമ്മൾ അന്യഭാഷ പറയുന്നില്ലേ? പൊട്ടിപ്പാടുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ വരാത്തൊരു വ്യക്തിയോട് നമുക്ക് പറയില്ലേ? എന്നെ അവിടെ കണ്ടിട്ട് മിണ്ടിയിട്ടില്ല, ഞാൻ മിണ്ടത്തില്ല. എങ്ങനെയാ നിങ്ങൾ ഹോളി സ്പിരിറ്റ് അത് പറയാൻ പറ്റുന്നത്? പരിശുദ്ധാത്മാവിൽ ചലിക്കുന്നവരാണോ? ഇല്ലെങ്കിൽ ഇന്ന് ആ എൻകൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുക. യഥാർത്ഥ ആത്മാവിനാണ് നിറയ്ക്കണമേ. ഭയമില്ലാത്ത, ഭീതിയില്ലാത്ത, ധൈര്യമുള്ള ആത്മാവ്. ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി പിന്നെ ആള് മാറും. ഭയപ്പെടുത്താൻ പിന്നെ പറ്റത്തില്ല. എന്തു പറയട്ടെ? ഞാനിവിടെ നിന്നാ മുന്നോട്ട് പോട്ടെ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10 മുതൽ താഴോട്ട് വായിച്ച അവന്റെ അമൃതബലത്തിന് ശക്തിപ്പെടുത്തി പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയും. ഒടുവിൽ കർത്താവിനും അവന്റെ ഈ ഒടുവിൽ ഒറ്റ വാക്കിന് മേളത്തെ അധ്യായം വായിച്ചാൽ മതി. ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നതോടെ ഞാൻ പറയാണ്, ലഭിക്കാത്തതിന്റെ കാര്യം ക്രമീകരിക്കേണ്ട കാര്യം ക്രമീകരിച്ചു. ഇതിന്റെ പേര് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമെങ്കിൽ ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കണം. അതിന് എത്ര വേദനയുള്ള വിഷയമാണെങ്കിലും, കൊടുക്കൽ വാങ്ങലാണെങ്കിലും, മിണ്ടാതിരിക്കുന്നതാണെങ്കിലും, പാപസ്വഭാവമാണെങ്കിലും ക്രമീകരിക്കണം. ഭാര്യ ഭർത്താന്തരമുള്ള ഫൈറ്റാണോ? ക്രമീകരിക്കണം. പിണങ്ങിയിരിക്കുകയാണോ? ക്രമീകരിക്കണം. സഹോദരനോട് പറഞ്ഞു, നിന്റെ വീട്ടിൽ ഞാൻ കേറത്തുള്ളവല്ലോ, കേറണം. അല്ലെ നിത്യനമോ? നിത്യനമോ? ഈ ഒടുവിലുള്ള വാക്കിന്റെ അർത്ഥം. എന്നാൽ ഫൈനലി കർത്താവിലും ഓടിപ്പോകരുത്. കർത്താവിൽ എന്നിട്ട് പിന്നെ സമയം എടുക്കണം. കർത്താവിൽ എത്താത്തൊരു വ്യക്തിക്ക് അമിത ബലത്തിൽ ശക്തിപ്പെടാൻ പറ്റില്ല. കർത്താവിന്റെ കൂടെ ഇരിക്കാത്തവന് അമിത ബലത്തിൽ ഇരിക്കാൻ പറ്റില്ല. കർത്താവിന്റെ കൂടെ ഇരിക്കാൻ സമയമില്ലയോ? പോയി ഈ ഫെയില. പിന്നെ ചുമ്മാ കിടന്ന് ഈ ട്രംബോട്ടിന്റെ ഒക്കെ ബഹളത്തിൽ ചാടുന്നേ ഉള്ളൂ. ഒരു കാര്യം, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് കുവൈറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് 2 ആഴ്ച മുമ്പേ നമ്മുടെ സിനിമാ നടൻ നമ്മുടെ ജനാർദ്ദൻ സാറിന്റെ വീട്ടിൽ പോയി. ഇവിടെ വീട്ടില് ദൈവം എത്തിച്ചു. എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. സിനിമ ഒക്കെ ഇഷ്ടംപോലെ പുള്ളിക്കുണ്ട്, പക്ഷെ എഴുന്നേറ്റ് നിന്നിട്ടില്ല അഭിനയിക്കാൻ പറ്റും. കാലൊക്കെ ബലക്ഷയമായി. ഒരു ദിവസം ഒരു കുപ്പി വെച്ച് അടിക്കും. 80 സിഗരറ്റ് വലിക്കും ഒരു ദിവസം. 3 മണിക്കൂർ സംസാരിച്ചു. ഞാൻ എൻ്റെ ഭാര്യ പോയി. 2 പെൺപിള്ളേരാണ്. മൂത്ത മോളെ ഭർത്താവ് ആക്സിഡന്റിൽ മരിച്ചു. 2ാമത്തെ മോള് ഡിവോഴ്സ്. അതിൽ ജനിച്ച കുഞ്ഞ് 9 വയസ്സ് വരെ സംസാരിച്ചു. ഇപ്പൊ സംസാരിക്കുന്നില്ല. പുള്ളിയുടെ ഭാര്യ മരിച്ചുപോയി. പുള്ളിക്ക് എഴുന്നേറ്റ് നിൽക്കും, താഴെ വീഴും, എഴുന്നേറ്റ് നിൽക്കും, താഴെ വീഴും. തിരുമുകാരെ നോക്കി ഒരു രക്ഷയില്ല. അങ്ങനെ ദൈവം കണക്ട് ചെയ്ത് കൊണ്ടുവന്നാണ്. ഞാൻ സാറോട് പറഞ്ഞു, സാറേ പ്രാർത്ഥിച്ച സൗഖ്യമാവും. യേശു കർത്താവ് അത്ഭുതം ചെയ്യും. പക്ഷേ സൗഖ്യം നിലനിൽക്കണമെന്നുണ്ട് കർത്താവിൽ നോ ഓപ്ഷൻ. ഇത്തവണ സോപ്പ് പറയേണ്ട കാര്യം. യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. സൗഖ്യം മാറും. 20 ഫോട്ടോ ഇരിക്കുന്നതിനകത്ത് ഒരു യേശുവിന്റെ ഫോട്ടോ ഇരിക്കും. ഈ പെമ്പിളാർ വന്നിട്ട് പറഞ്ഞു, അയ്യോ പാസ്റ്റർ ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ആ സന്തോഷം. അപ്പുറത്തേക്ക് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഉണ്ട്. ഞാൻ പറഞ്ഞു യേശു സൗഖ്യമാക്കും, പക്ഷെ സൗഖ്യം നിലനിൽക്കണമെന്നുണ്ട് കർത്താവ് പ്രാർത്ഥിച്ചു. പുള്ളി എഴുന്നേറ്റ് നടന്നു. പടവൽ മനോരമയുടെ അവാർഡ് മേടിക്കാൻ പുള്ളി നടന്നാ പോയത്. പുള്ളി പോയി മേടിച്ചല്ലോ. ഇന്നലെ ഇപ്പൊ 2 പ്രാവശ്യം എന്നെ വിളിച്ചു. തിരിച്ചു വരുമ്പോ കയറണമെന്ന് പറഞ്ഞു.
നടക്കുന്നത്. ഞാൻ പറയും ഞാൻ വരാം, പക്ഷെ ഇത് മാത്രം വിഷയം. എനിക്ക് വെള്ളമടി നിർത്താൻ പറ്റത്തില്ല സാർ. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, നിർത്താൻ പറ്റും നോക്കാം. എന്താണ് ഇപ്പൊ ആഴ്ചയിൽ ഒരു കുപ്പി ആയിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരു കുപ്പി അടിച്ചുകൊണ്ടിരുന്നവൻ ആഴ്ചയിൽ ഒരു കുപ്പി ആയിട്ടുണ്ട്. ഞാൻ പറയാൻ കാര്യം കർത്താവിനെത്തിയാൽ നീ ആരാണെങ്കിലും കർത്താവ് എത്താം. നിങ്ങൾ കർത്താവിനോട് ഇരിക്കാൻ സമയം കണ്ടെത്തുന്നതിൽ ജീവിതം ഫെയിലാണ്. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം സമയം മോഷ്ടിക്കുക എന്നുള്ളതാണ്. അവൻ കവർന്നുകൊണ്ടിരിക്കുക, നിങ്ങളുടെ സമയം ബിസി ആക്കിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കാൻ സമയം തരുന്നില്ല, ഉപവസിക്കാൻ സമയമില്ല, ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. മൊബൈലിൽ തോണ്ടാൻ സമയമുണ്ട്, പാർട്ടിക്ക് പോകാൻ സമയമുണ്ട്, കല്യാണത്തിന് പോകാൻ സമയമുണ്ട്, പിള്ളേരെ കൊണ്ട് ഓപ്പറേഷൻ സമയമുണ്ട്. പ്രാർത്ഥിക്കാൻ സമയമില്ല, ഉപവസിക്കാൻ സമയമില്ല, കർത്താവിനോട് ഇരിക്കാൻ സമയമില്ല. നാളെ വീണ്ടും സമയം കിട്ടുമെന്ന് വിചാരിക്കില്ലേ? ദൈവാത്മാവ് വീണ്ടും വാണിക്ക് തരുവാ, മടങ്ങി വാ. അകലം വിട്ടു നിൽക്കുന്ന പരിപാടി നിർത്ത്. ദൈവത്തോട് പറ്റേ കൈവിട്ട് പോകുന്നതായി പറയുന്നത്. ദൈവം കൂടില്ലെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നില്ലെന്ന്. ഇന്നത്തെ കാലഘട്ടം മോശമാ, അതുകൊണ്ടാ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വായിച്ച സിസ്റ്ററെ, കർത്താവിലും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അത് അടുത്ത പ്രോസസ് ശക്തിപ്പെടുക. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഈ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ആൾക്കാർക്കെല്ലാം ഇങ്ങനെ കൺഫ്യൂഷനായി. എന്തുവാ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ ആദ്യം കൈകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതാണോ ശക്തിപ്പെടുക? പക്ഷെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ കൈ ഒരച്ചൊരച്ചാ പൊട്ടിയത്. ഇപ്പൊ ഞാൻ ഭയങ്കര പവർഫുൾ ശക്തി. ഈ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. നിറവെന്ന് പറഞ്ഞാൽ എന്തുവാ? ആൾക്കാരൊക്കെ വിചാരം കുപ്പിക്കകത്ത് വെള്ളം നിറച്ചിട്ട് പുറത്തോട്ട് പോകുന്നു. അതൊന്നും അല്ല നിറവെന്ന്. പിള്ളേരൊക്കെ ചിരിക്കുന്നുണ്ടോ? നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കേട്ടോണം. ഞാൻ ചോദിക്കാം സാർ, ഇതൊന്നുമല്ല നിറവ്. പരിശുദ്ധാത്മാവ് എവിടെ ഇറങ്ങി വസിക്കുന്നത് അറിയാവോ? നമ്മുടെ ആത്മാവില, നമ്മുടെ സ്പിരിറ്റ്. എപ്പം കയറിയെന്ന് അറിയാമോ? സ്പിരിറ്റ് എപ്പോഴാ കയറിയ? ഈ സ്പിരിറ്റ് ബന്ധുക്കോസുകാർക്ക് മാത്രമേ ഉള്ളൂ. സ്പിരിറ്റ് ആദാമിന്റെ മൂക്കിലോട്ട് ഒന്നൊരൊറ്റ ഊര്. ആ സമയത്ത് ഓക്സിജൻ അല്ല കയറിയത്, ഈ സ്പിരിറ്റ്. നിങ്ങൾ ആരും ചിന്തിക്കരുത് ഓക്സിജൻ ദൈവം ഊതി കെട്ടിയെന്ന് വിചാരിക്കരുത്. എന്ന് വെച്ചാൽ ഓക്സിജൻ ദൈവം ഊതി കെട്ടിയിട്ടില്ല, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ജീവജാലങ്ങളും ഓക്സിജൻ ശ്വസിക്കാൻ തുടങ്ങി. ഇത് ദൈവ സ്പിരിറ്റ് ആണ് ഊതിയത്, അവന്റെ ജീവശ്വാസം. അത് നാരായണിലും ഉണ്ട്, ഹുസൈൻകുട്ടിയിലും ഉണ്ട്, മത്തായിക്കുട്ടിയിലും ഉണ്ട്. ഈ സ്പിരിറ്റ് ആണ് ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടത്. സ്തോത്രം. ഈ സ്പിരിറ്റ് നമ്മുടെ അകത്ത് ഉണ്ട്, ദൈവത്തെ കാണാത്തതിന്റെ അകത്തുണ്ട്. പിടികിട്ടിയോ? കൺഫ്യൂഷൻ ഉണ്ടാകരുത്. രണ്ടും രണ്ടാണ്. പരിശുദ്ധാത്മാവും ഈ സ്പിരിറ്റും രണ്ടും രണ്ടാണ്. ഈ സ്പിരിറ്റ് ആണ് ദൈവമായിട്ട് നമ്മളെ കണക്ട് ചെയ്യിക്കുന്നത്. ഈ സ്പിരിറ്റിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൽ ഇറങ്ങി വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റിയത്. മനസ്സിലായോ? വിട്ടുപോകല്ലേ, ടച്ച് വിട്ടുപോകല്ലേ, വരാൻ പറ്റിയത്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ വ്യത്യസ്തമായ ലെവലുണ്ട്. ഇവിടെയാണ് ഈ നിറവ് പുറത്തു വരുന്നത്. നരിയാണിയോളം, മുട്ടോളം, അരയോളം നീന്തിയിട്ടല്ലാതെ കിടപ്പാൻ വയ്യാത്ത 4 സ്റ്റേജ് അവിടെ തന്നെ ഉണ്ട്. ഈ 4 സ്റ്റേജും ആൾക്കാർ വെള്ളത്തിലാണോ നിൽക്കുന്നത്? പരിശുദ്ധാത്മാവ് വെള്ളത്തിലാണോ? സംശയമുണ്ടോ? ഓ, നിങ്ങൾക്ക് സംശയമാണ്. 4 പേരും നരിയാണിയോളം നിൽക്കുന്നവരും, മുട്ടോളം നിൽക്കുന്നവരും, അരയോളം നിൽക്കുന്നവരും, നീന്തുന്നവരും പരിശുദ്ധാത്മാവ് വെള്ളത്തിലാണോ? ആണല്ലോ. ഈ നരിയാണിയോളം നിൽക്കുന്ന പുള്ളിക്കാൻ എന്താ പറയുന്നറിയാമോ? കണ്ടോ, ഞാനും ആത്മാവിലാ. മുട്ടോളം നിൽക്കുന്ന പുള്ളി 2 ഇളക്കൊക്കെ കാണിക്കും, അന്വേഷണമൊക്കെ ഉണ്ട്. കണ്ടോ, അരയോളം നിൽക്കുന്ന പുള്ളി കണ്ടോ, വെള്ളത്തിലാ ഞാൻ. എന്നാൽ നീന്തുന്ന പുള്ളി ഒറ്റ പോക്ക.
ഈ 3 പുള്ളികളും കാണുന്നെന്ന് അറിയാമോ? നരിയാണിയോളം നിൽക്കുന്നവനും മുട്ടോളം നിൽക്കുന്നവനും അരയോളം നിൽക്കുന്നവരും കാണുന്ന മുഴുവൻ മസ്കറ്റ് എയർപോർട്ട്, സലാല, പത്തനംതിട്ട, കേരളം, ഇതൊക്കെ കണ്ടോടാ പുള്ളി നടക്കുന്നത്. മനസ്സിലായോ? ഇതെല്ലാം കാണുന്നുള്ളൂ. മനസ്സിലായോ? എന്നാ ഈ ലെവൽ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഈ നീന്തി പോകുന്ന പുള്ളി ഒറ്റ പോകും. പുള്ളി അങ്ങോട്ട് പോകുമ്പോ ഞാൻ ഇന്നലെ വരെ കണ്ട മസ്കറ്റ് എയർപോർട്ടാ, ദൈവ പൗഴപ്പുറ്റുകൾ, ദൈവ തിമിംഗലം കൊണ്ട് പോകുന്നു. കാടിനകത്ത് ഫോറസ്റ്റ് അല്ല, നമ്മുടെ വെള്ളത്തിൽ ഫോറസ്റ്റ്. പുള്ളി ഇങ്ങനെ നീന്തി കുളിച്ചിട്ട് ഞായറാഴ്ച ഇങ്ങോട്ട് കയറി വരും. ദൈവമക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം ആത്മാവിന്റെ ശക്തിയാൽ ചില ദർശനങ്ങൾ പ്രാപിച്ചു, ചില കാര്യങ്ങൾ ഞാൻ കണ്ടു. ദൈവീയ ദൂതുകളും വെളിപ്പാടുകളും വിളിച്ചു പറയുമ്പോ ഇതെല്ലാം കിട്ടത്തില്ല. ഇന്നുവരെ കാണാത്ത വെളിപ്പാട് ദർശനം നീ കാണുന്നത് ഈ ആത്മാവിൽ നീന്തണം. കരയെ നിൽക്കുന്ന ആൾക്കാരെ, ഹരിയാണിയോളം മുട്ടോളം ആൾക്കാർ കരയെ നിൽപ്പുണ്ടല്ലോ, അവരുടെ മുന്നിലാണല്ലോ പുള്ളി വിളിച്ചു പറഞ്ഞത്. 60 വർഷമായിട്ട് ഞങ്ങളിവിടെ നിന്നോണ്ട് ഈ ഭാഷയെ പറഞ്ഞിരിക്കുക, ശബ്ദമൊക്കെ കേട്ടോ. അവൻ മന്ത്രിക്കുക പുതിയ വെളിപ്പാടും ദർശനവും. എടാ, ഞങ്ങൾക്ക് കിട്ടാൻ തോന്നുന്നു, നിങ്ങൾക്ക് ഇല്ലടാ. മര്യാദ പിടിച്ച് മന്ത്രിക്ക, ഭൂതം പിടിച്ച് നീന്തണം, അളന്നിറങ്ങണം. സമയം വേണം ഇരിക്കാൻ, ദൈവസേന ഇരിക്കാൻ സമയം വേണം. മാറ്റണം, വ്യത്യാസമുള്ള കുത്തികളെ ഇളക്കണം, വെട്ടിക്കളയണം, ചൂടടിക്കണം. എവിടെയാണ് സ്പിരിറ്റ് ഇറങ്ങി വസിക്കുന്നത്? ആത്മാവിനാണ്. ആത്മാവി വസിക്കുന്ന ഒരു മനുഷ്യൻ ആത്മപൂർണ്ണനല്ല. അവൻ ആത്മപൂർണ്ണനാകുന്ന എപ്പോഴാണ് അറിയാമോ? അവന്റെ സോൾ, അവന്റെ ബോഡി പരിശുദ്ധമാക്കാൻ തുടങ്ങണം. നിങ്ങളുടെ ചിന്താമകളെ പരിശുദ്ധമാക്കാൻ, ശരീരത്തിന്റെ പ്രവർത്തനം പരിശുദ്ധമാക്കാൻ എങ്ങനെ കൺട്രോൾ ചെയ്യും? വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ചിന്തകളെ പിടിച്ചു കെട്ടണമെന്ന്. ഞാൻ വിൽ പവർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സംഭവം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. വിൽ പവർ ഉണ്ടോ എന്നറിയാം. നിങ്ങൾക്ക് ഏതെങ്കിലും ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് നിങ്ങൾ ഹോട്ടലിലോട്ട് പോകാൻ വിചാരിച്ചു, ഉച്ചയ്ക്ക് ഒരു കുഴിമന്തി കഴിച്ച എന്ന് പറഞ്ഞ് പോവാന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ പറയണം, നോ, നീ കുഴിമന്തി കഴിക്കണ്ട. കുഴിമന്തി കഴിക്കണമെന്ന് മാത്രമല്ല, ഇന്ന് ഉച്ചയ്ക്ക് നിനക്ക് ആഹാരമില്ല, വായിക്ക് കഞ്ഞി കുടിച്ചാൽ. പിടികെട്ടിയ കാര്യം. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തിന്റെയും ദേഹിയുടെയും കൺട്രോള് പരിശുദ്ധാത്മാവിന് പിടിക്കാൻ പറ്റും. സ്വന്തം ശക്തി കൊണ്ട് പറ്റത്തില്ല. ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ, എന്റെ ദേഹി, എന്റെ ചിന്തകളെ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഫോൺ എടുക്കാൻ പോയപ്പോൾ പരിശുദ്ധാത്മ വിലക്കിയില്ല. അതേപോലെ നിങ്ങളുടെ ചിന്തകളെ വിലക്കി. ചിന്തയാ പാവമായിട്ട് വരുന്നത്. ചിന്തയാണ്. കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, എനിക്ക് ഒത്തിരി ഓപ്പണാണ് സമയം. ഞാൻ നിങ്ങൾ പറയാം, നമ്മുടെ ചിന്തകൾ പിശാച് കൊണ്ട് ആദ്യം ചിന്തയുണ്ട്, തന്നെ ചിന്ത. ഈ ചിന്ത അങ്ങ് ഫ്രെയിം ചെയ്യും, പുള്ളി കളർഫുൾ ആക്കും. എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ കാണുന്നുണ്ട്? അതല്ല നിങ്ങളുടെ മൈൻഡിൽ കയറുന്നുണ്ട്? കയറുന്നില്ല. അത് കണ്ണുകൂടെ കണ്ടേ
പക്ഷേ കാണാനിപ്പോ സൗന്ദര്യമുള്ള പുരുഷന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ഒരു പെൺകുട്ടിയെ കണ്ടെന്ന് വിചാരിക്കും, നിങ്ങൾ കണ്ടുപോയി. പക്ഷെ വീട്ടിൽ ചെന്നിട്ട് ആ പെൺകുട്ടിയുടെ മുഖം മൈൻഡിലൊന്നും. സഹോദരിമാരോട് ചോദിക്കും, നിങ്ങളുടെ മൈൻഡിൽ ഇതേപോലെ സംഭവം കയറിയിട്ടുണ്ടെങ്കിലോ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങളുടെ കണ്ണിൽ നിന്ന് ആ ചിന്തയെ പിശാച് ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്. അപ്പത്തരം തലേ കഴിഞ്ഞിട്ട് യേശുവിന്റെ നാമത്തിൽ വിട്ടു പോയിക്കോണം, പുറത്താക്കണം. ചിന്ത നിങ്ങള് അല്ല ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവൻ അടുത്ത പടിയിലേക്ക് കൊണ്ടു. നിങ്ങളുടെ മനസ്സിൽ ചിന്ത ഉണ്ടാവും, നാളെ അവളെ ഒന്ന് കണ്ടാൽ കൊള്ളാം. ആ വഴി വീണ്ടും വണ്ടി ഓടിക്കും. കാണാൻ ആഗ്രഹിച്ചിട്ട് പിശാച വീണ്ടും ആ വഴിയിലാക്കില്ലേ. ആ പോകുന്നുണ്ടോ? ചെറിയ ഒരു കാഴ്ചയിൽ കൂടെ പുറത്തു വന്ന സംഭവത്തെ പുറത്താക്കാതെ മുന്നോട്ട് പോയാൽ, ചുരുക്കം പറഞ്ഞാൽ നിങ്ങളും അവളും തമ്മിൽ കൈ കൊടുക്കും. അധികം താമസിയാതെ. മനസ്സിലാവുന്നത് സിമ്പിൾ അറിയാൻ പറ്റും. ഇതേപോലെ പല കാര്യങ്ങളും പിശാച് കൊണ്ട് ചിന്തയിലും അപ്പം തന്നെ പുറത്താക്കി. പാപം വരുന്നത് വഴിപോക്കനായിട്ടാണ്. വഴിയാത്രക്കാരൻ വഴിപോക്കനാ പാപം. നാലാം പ്രവാചകൻ വന്ന് ദാവീദിനോട് പറയാണ്, ഒരു വഴിപോക്കനായ മനുഷ്യൻ വന്നു. ആ ധനികനായ മനുഷ്യന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ആടുണ്ടായിരുന്നു. അവനെ എടുക്കുമെന്ന് അവൻ ആഹാരം കൊടുക്കാൻ അവന്റെ ആടിനെ വെട്ടാതെ പാവം പിടിച്ച ഒരു പയ്യന്റെ ഒരു വീട്ടിൽ പോയി ആടിനെ വെട്ടി ആഹാരം കൊടുത്തു. ആരാ? ദാവീദിനോട് ദൂത് പറയാ. ആരെ കൊന്നതിന്റെ കാര്യമാണ്? ഊരിയാവിനെ വെട്സെയ്ത തട്ടിയെടുത്തിട്ട് കൊന്ന കാര്യത്തെ കുറിച്ച് ദൂത് പറയുക. ഇതെന്തുവാണ്? ആടും ഇതുകൊണ്ട് ബന്ധം. അവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു. വഴിപോക്കൻ, ട്രാവലർ. പാപത്തെ പരിശുദ്ധാത്മാവിടെ ട്രാവൽ എന്ന് വഴിപോക്കൻ. വഴിപോക്കൻ ഒരിക്കലും ഒരു വീടിനകത്ത് കയറത്തില്ല. വഴിപോക്കൻ വന്നിട്ട് നിങ്ങളുടെ വഴി ചോദിക്കും. വഴിപോക്കൻ വന്നിട്ട് നിങ്ങൾക്ക് വെള്ളം ചോദിക്കുന്നു. ഡോറിൽ നോക്കി വഴിപോക്കൻ അവിടെ വെച്ച് ക്ലോസ്. പിടികിട്ടിയോ? വഴിയിൽ നിങ്ങൾ വഴിപോക്കനായ പാപത്തെ കാണും, സ്ത്രീയെ കാണും, പുരുഷനെ കാണും, സിനിമ കാണും, ഫോൺ വീഡിയോസ് കാണും. അവിടെ വെച്ച് ക്ലോസ്. എൻട്രി ചെയ്യിക്കരുത്. ഒരിക്കലും സ്വയമേ അത് എൻട്രി ചെയ്യത്തില്ല. നമ്മൾ എൻട്രി ചെയ്യിച്ചങ്ങനെ ഉണ്ടാകത്തുള്ളൂ. അയ്യോ പാസ്റ്റർ, ഞാൻ പാപത്തിൽ അറിയാതെ വീട് പോയെന്ന് പറയണ്ട. അറിഞ്ഞോണ്ടാ കയറുന്നേ. ഈ വഴിപോക്കനെ ദാവീദ്, വഴിപോക്കൻ എന്ന പാപത്തെ ദാവീദ് ഡോർ തുറന്ന് അകത്ത് കയറ്റി ലിവിംഗ് റൂമിൽ ഇരുത്തി. അവിടെ വെച്ച് പുറത്താക്കാമായിരുന്നു. ലിവിംഗ് റൂം അവിടെ വെച്ച് പുറത്താക്കാമായിരുന്നു. ഇല്ല, അവനെ ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയി ആഹാരം വെച്ചു കൊടുത്തു. ആരെ? വഴിപോക്കന്റെ പാപത്തെ. ദൈവമക്കളെ, ഇതിനൊക്കെ നമ്മൾ ജയിച്ചേ പറ്റത്തുള്ളൂ. പെന്തക്കോസ്തിൽ വന്നുകൊണ്ട് അങ്ങ് എത്തത്തില്ല. പെന്തക്കോസ്തിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കണം. അതേപോലെ പാപത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച് എത്തണം. വായിച്ചാട്ടെ, പെട്ടെന്ന് താഴെ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗ്ഗം ധരിച്ചുകൊള്ളി. ആണോ? ഒരു ദൈവ പൈതലിന്റെ മേൽ പരിശുദ്ധാത്മാവ് എന്ന് വന്ന് കഴിയുമ്പോൾ അവന്റെ കംപ്ലീറ്റ് സിസ്റ്റം കർത്താവ് ചേഞ്ച് ചെയ്യും. ലോക മനുഷ്യന്റെ സിസ്റ്റവും നമ്മുടെ സിസ്റ്റവും വേറെയായി. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് രണ്ടും ഒരേ സിസ്റ്റമല്ല. ഒന്നാമതായി അവൻ നിന്റെ ആയുധം മാറ്റും. ലോക മനുഷ്യന്റെ ആയുധം എന്ന് പറയുന്നത് ഇങ്ങോട്ട് തള്ളിയാൽ അങ്ങോട്ട് തല്ലും. ഇങ്ങോട്ട് കല്യാണത്തിന് വിളിച്ചില്ലെങ്കിൽ ഞാൻ വിളിക്കത്തില്ല. ഇങ്ങോട്ട് കേസ് കൊടുത്താൽ ഞാനും കേസ് കൊടുക്കും. എന്റെ വീടിന് അതിലും അറിയാം, ഞാൻ കേസ് കൊടുക്കും. പക്ഷേ ഇവിടെ കർത്താവ് പറയുന്നു, ആയുധം ഞാൻ മാറ്റും. എന്താ ആയുധം മാറ്റുന്നറിയോ? പിശാച് ആയുധം മാറ്റി.
പിശാച് ആയുധം മാറ്റി. പിശാച് ആയുധം മാറ്റി. അവൻ കർത്താവിന്റെ വരവിന് കാൽവരി ക്രൂശ് മരണത്തിന് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു ഗോലിയാത്തിനെ കൊന്നപ്പോൾ യുദ്ധം ജയിച്ചു. യോശുവ അമാലേക്യ ശക്തിയെ വെട്ടിയപ്പോൾ യുദ്ധം ജയിച്ചു. മനുഷ്യനോടാ പോരാടി. അവന്റെ പോരാട്ടം അങ്ങനെ. കർത്താവിന്റെ കാൽവരി ക്രൂശിൽ അവന്റെ തല തകർത്ത് കഴിഞ്ഞപ്പോൾ അവന്റെ പോരാട്ടത്തിന്റെ സിസ്റ്റം അവൻ ചേഞ്ച് ചെയ്തു. അസൂയ, കണക്കു, ധാരശങ്കി, വിഗ്രഹാരാധന എന്നുള്ള ആയുധങ്ങളിട്ട് അവൻ നമുക്കെതിരെ പോരാടുന്നു. രണ്ടാമത് കർത്താവ് എന്ത് ചെയ്തു? നമ്മുടെ ആയുധത്തെ മാറ്റി. ഇതിനോട് പോരാടണമെന്നുണ്ടെങ്കിൽ, ഈ അൺസീൻ വേൾഡിനോട് നമ്മൾ പോരാടണമെങ്കിൽ ഈ കണ്ണുകൊണ്ട് കാണാത്ത നമ്മളിൽ ആയുധം ഉണ്ടാകണം. ഞാൻ ദുബൈയിൽ ഒരു ചർച്ച പ്രസംഗിക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു ബ്രദർ ഇങ്ങനെ ആ ഡോറ് കയറി അകത്തോട്ട് വന്നു. അദ്ദേഹം ഭിത്തിയെ പിടിച്ച് വരുന്നതാണ്. ഭിത്തിയെ പിടിച്ച് വീഴാതെ വന്ന് ഇങ്ങനെ കാല് വലിച്ച് വന്ന് നല്ല സിമ്പിൾ നല്ലൊരു മനുഷ്യൻ വന്ന് ഫ്രണ്ടിൽ. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. എന്താ അദ്ദേഹം ഇങ്ങനെ വരാൻ കാര്യമൊക്കെ ശ്രദ്ധിച്ചു. യോഗം കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രദറിക്ക് വരാൻ പറഞ്ഞു. എന്താ കാര്യം? എനിക്കറിയത്തില്ല ബസ്. എന്റെ കാലില് ഒരു 500 കിലോ വെയിറ്റ് തൂങ്ങിക്കിടക്കുന്ന പോലെ തോന്നുന്നു. എനിക്ക് കാല് പൊക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കാല് വലിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനോട് കൈവച്ച സമയത്ത് വൈശാഖ ശക്തി കളകിട്ട് പറഞ്ഞു, ഞാൻ ഇവന്റെ കാലിൽ 500 കിലോ വെയിറ്റ് ഉള്ള ചെയിൻ ഇട്ടിരിക്കുകയാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണത്തില്ല. അവന്റെ കാലെ ചെയിൻ ഇട്ടിട്ട് പക്ഷെ നമുക്ക് കണ്ടുകൊണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കട്ടിംഗ് ബ്ലേഡും കട്ടിംഗ് മെഷീനൊക്കെ കട്ട് ചെയ്താൽ ആയുധം മാറും. അവൻ കണ്ണുകൊണ്ട് കാണാത്ത ചെയിൻ ഇട്ടിരിക്കുക. നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത ശക്തി യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ തീ ഇങ്ങോട്ട് വലിഞ്ഞു വളരെ തുള്ളിക്കാണി അറിയിപ്പോയി. കേട്ടോ? ആയുധം മാറിയുണ്ടോ? അടുത്ത പോരാട്ടം മാറി. അടുത്ത വായിച്ചു. നമുക്ക് പോരാട്ടമുള്ളത് ഈ ബ്ലഡും മാംസവും ഉള്ളതിനോടല്ല. അത് മനസ്സിലാക്കാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ മാനേജർ, നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസർ നിങ്ങൾക്കെതിരെ ശക്തമായി പോരാടുക വിചാരിക്കും. ഓവർ പണി തരിക, ഇറിറ്റേറ്റ് ചെയ്യുക, നിങ്ങളെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം, നിങ്ങളെ അവിടെ ഇരുത്തുന്നില്ല, വല്ലാത്ത പോരാടുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യും? സാധാരണ GM-ന് കംപ്ലൈന്റ് ചെയ്യും, നാട്ടാളെ പോലീസ് കേസ് കൊടുത്തു, ഒക്കെയല്ലേ നമ്മൾ ചെയ്യത്തുള്ളൂ. ഇനി അതിനപ്പുറത്ത് നമ്മൾ ഇച്ചിരൂടെ ആത്മീയനാണെന്ന് വിചാരിച്ചു നമ്മൾ എന്ത് ചെയ്തറിയാം? വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കും, കർത്താവെ എന്നെ ശല്യപ്പെടുത്തുന്ന എൻ്റെ മാനേജർ മാറ്റിയതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവൻ്റെ മാണ്ടാക്കി ഇടുത്തിയില്ലെന്ന കർത്താവെ, അവൻ്റെ അവിടെ ക്യാൻസർ കൊണ്ട് മരിക്കണം കർത്താവെ, അവൻ്റെ കുഞ്ഞുങ്ങൾ വഴിയാധാരാതെ വണ്ടി ഇടിച്ച് മരിക്കണം അല്ലേ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ ഇച്ചിരൂടെ സ്പിരിച്വൽ ആയതുകൊണ്ടാണ്. ഇതൊന്നും അല്ല പോരാട്ടം. നമ്മൾ ആര് ചിന്തിക്കണം? നമ്മൾ ആരാം ചിന്തിക്കണം. നമ്മൾ ആരാ? ദൈവത്തിന്റെ മന്ദിരം. നമ്മുടെ അകത്ത് അത്യന്ത ശക്തി വ്യാപരിക്കുന്നു. അത്യന്ത ശക്തി വ്യാപരിക്കണം. ഈ ഓഫീസിലോട്ട് ചെല്ലുമ്പോഴേ ദൈവത്തെ സേവിക്കാത്തവന്റെ അകത്ത് വ്യാപരിക്കുന്ന സ്പിരിറ്റ് ഇരിക്കാൻ പറ്റത്തില്ല. നിന്റെ പ്രസൻസ് അവൻ ഇറിറ്റേഷൻ, നിന്റെ പ്രസൻസ് അവന് വേദനയാ, തീയ. അപ്പൊ അവൻ എങ്ങനെ നിന്റെ പുകച്ച് അടിക്കണം? മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രാജിവെച്ച് ഇറങ്ങി പോകണം. ഈ ഓടണം, അവൻ ഓടണം. അതിനെന്ത് ചെയ്യണം? അതിനെന്ത് ചെയ്യണം? വീട്ടിലൊരു പ്രാർത്ഥനാ മുറി ഉണ്ടാകണം. അത്ര വലിയ വീടല്ല ഭാഷ, ഞങ്ങളുടെ വീട് ചെറിയ 1 bedroom അപ്പാർട്ട്മെന്റ്. അവിടെ പ്രാർത്ഥനാ മുറിയായിട്ടില്ല, വേണ്ട. ഒരു പ്രാർത്ഥിക്കാൻ ഒരു പായുണ്ടോ? ഉണ്ടോ? പായ ഉണ്ടാകണം. പായുണ്ടോ? മുട്ടുമടക്കുന്ന ഒരു പായുണ്ടോ? മുട്ടുമടക്കാൻ വയ്യ ഭാഷ, മുട്ടുവേദനയാണ്. മുട്ടുമടക്കണം. നിന്റെ മുട്ടുവേദന മാറണം. നീ മുട്ടുമടക്കിയാൽ അപ്രൂപം സംഭവിക്കും. നീ മുട്ടുമടക്കിയാൽ നിന്റെ പൈശാചി മുട്ടുമടക്കും. നീ മുട്ടുമടക്കിയാൽ പൈശാചി നിന്റെ മുട്ടുമടക്കും.
മാറ്റുവിന്റെ മടക്ക് ഇടുത്തി വീഴാനല്ല പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്കേണ്ട ഒറ്റ പ്രാർത്ഥന, കർത്താവേ എനിക്ക് നേരെ ആവശ്യമില്ലാതെ വർക്ക് ചെയ്യുന്ന, എന്നെ ബ്ലെയിം ചെയ്യുന്ന, എനിക്ക് ഓവർലോഡ് തരുന്ന, മാറ്റിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തിയെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബൈൻഡ് ചെയ്യുന്നു. ഇനി അവന്റെ നേരെ ഒരു വാക്ക് ശബ്ദിക്കും, യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു. ആത്മാവിൽ ചലിക്കുന്ന നിങ്ങളുടെ നാവിൽ അധികാരമുണ്ട്. ആത്മാവിൽ ചലിക്കുന്ന നിങ്ങളുടെ നാവിൽ അധികാരമുണ്ട്. യേശുവിൽ വ്യാപരിച്ച അധികാരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായെങ്കിൽ ഈ മാറാതെ മാറും. നിന്റെ നാവിൽ അധികാരമുണ്ട്. കൈകൊട്ടി അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമുള്ളതല്ല ഈ ആത്മാവ്. നിങ്ങളുടെ നാവിൽ അധികാരമുണ്ടെന്ന് പേരോട് പറഞ്ഞു പോകും. വലിയ പർവ്വതം പോലത്തെ പ്രശ്നങ്ങൾ മാറിപ്പോകും. ഇതൊന്നും വെറും വാക്ക് പറയുന്നതല്ല കേട്ടോ, ജീവിതത്തെ അനുഭവിച്ചിട്ടാ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഓ താങ്ക് യു. നീ പറഞ്ഞാൽ അങ്ങനെ ദൈവത്തിന് സ്തോത്രം. പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. കർത്താവ് പറയുന്നു, നിങ്ങളുടെ മുന്നിൽ വഴിമുടക്കി നിൽക്കുന്ന കാട്ടത്തിയോട് പേരോട് പറയാൻ പറഞ്ഞാൽ അത് പറഞ്ഞാൽ കടലിൽ നട്ടുപോകും, മഹാപർവ്വതം മാറിപ്പോകും. പറഞ്ഞു നോക്ക്. നമ്മുടെ പേര് വിശ്വാസി. വിശ്വാസം അകത്തിരുന്ന നടക്കത്തില്ല. വിശ്വാസം വ്യാപരിക്കണം, വിശ്വാസം പറയണം, വിശ്വാസം പ്രഖ്യാപിക്കണം, വിശ്വാസം പറയണം. നിന്റെ മുന്നിൽ കാണുന്ന കാര്യത്തെ അവിശ്വസിച്ചിട്ട് നീ പറ. വിശ്വസിച്ച് നീ കാണാത്ത കാര്യം പറയാൻ. ഇന്ന് മുതൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫിന്റെ നിലം മാറുക. ഇങ്ങനെയൊന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ. നിങ്ങൾ ഇന്ന് മുതൽ ആത്മാവിൽ ചലിക്കാൻ പോവാ. ഭയം പേരോട് പറഞ്ഞു പോകുക. ഇന്ന് രാത്രി ചിലതൊക്കെ പേരോട് പറഞ്ഞു പോകും. അവിടെ നിൽക്കാൻ സമയമില്ല, മുന്നോട്ട് പോവാ. നമ്മളൊരു കാര്യം ചിന്തിക്കണം. ദൈവരാജ്യം കിങ്ഡം ഉള്ളതുപോലെ തന്നെ പൈശാചിക ശക്തിക്ക് ഒരു കിങ്ഡമാണ്. ലൂസിഫർ ആണ് അതിന്റെ ടോപ്പിൽ ഇരിക്കുന്ന ആൾ. അവൻ ഒറ്റയ്ക്കല്ല മുഴുവൻ ഭരിക്കുന്നത്. അവനാണ് ടോപ്പിൽ ഇരിക്കുന്നത്. അവന് 4 ഓഫീസുണ്ട്. 4 ഓഫീസുണ്ടോ? കാണിച്ചു തരാം. വായിക്കും അതേ അധ്യായം അതിന്റെ തന്നെ പോരാട്ടമുള്ളത്. ഓക്കെ, വായിച്ച് 12 വായിച്ച്. ഓക്കെ, ജഡരക്തങ്ങളോട് അല്ല. ഒന്നാമത്തെ ഓഫീസ് വാഴ്ച. അടുത്ത് രണ്ടാമത്തെ ഓഫീസ് അധികാരങ്ങൾ. ഈ അന്ധകാരത്തിലെ ലോകാധിപതി. മൂന്നാമത്തെ ഓഫീസ് സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. ഒരു കാര്യം ചിന്തിക്കണം. നമ്മൾ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമ്മുടെ വിചാരം എല്ലാ കാര്യവും ഇങ്ങനെ പോകുന്നു. അവന്റെ അണ്ടറിൽ 4 ഓഫീസ് ലോകത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 4 ഓഫീസിന്റെ ഡ്യൂട്ടി 4ആണ്. ഈ 4 ഓഫീസിന്റെ സകല രാജ്യങ്ങൾക്കും ബ്രാഞ്ച് ഉണ്ട്. നിങ്ങൾ ചിന്തിക്കരുത് ഇന്ത്യയിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയാണ് മസ്കറ്റിനെ കൺട്രോൾ. നിങ്ങൾ ചിന്തിക്കരുത്. മസ്കറ്റിനെ ഭരിക്കുന്ന ഒരു ശക്തിയുണ്ട്. രാജാവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പത്തനംതിട്ട ജില്ലയെ ഭരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അന്തം വിട്ട് ആരും ഇരിക്കണ്ട. ഇവിടെ ഒരു ചർച്ച ഓപ്പണിംഗ് ആണെങ്കിൽ, ഇവിടെ ഒരു വ്യക്തി കർത്താവിനോട് ഇറങ്ങുമ്പോൾ
ഇവിടെ പോരാടുന്നത് പത്തനംതിട്ടയുടെ ശക്തിയല്ല, ഈ ദേശത്തെ ശക്തിയാണ്. സ്തോത്രം. എന്താണ് വാഴ്ച? പെട്ടെന്ന് പറയാം. വാഴ്ച എന്ന് പറയുന്നത് ഈ വാഴ്ചകൾ എന്നുള്ള ഓഫീസാണ് രാജ്യങ്ങളുടെ കൺട്രോൾ. ഇവർ ടോപ്പ് ഇരുന്നാണ് ആര് വാഴണം ആര് വാഴണം എന്നൊക്കെ നിശ്ചയിക്കുന്നത്. അവരാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇവിടെ സഭകൾ ഉണ്ടാകണോ ഉണ്ടാകണ്ടയോ. ഇവരുടെ കൺട്രോളിലാണ് മുഴുവൻ നിൽക്കുന്നത്. വാഴ്ച ഇവരാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇവരൊന്നും രോഗം ഇടാൻ വരുത്തില്ല. ഇവരുടെ ടോപ്പ് ലെവൽ കൺട്രോളാണ്. രണ്ടാമത്തെ അധികാരം. നമ്മുടെ നാട്ടിലൊക്കെ ഏക്കർ കണക്കിന് വസ്തു മേടിക്കുന്നില്ലേ? മേടിക്കാറുണ്ടല്ലോ. പറയാറില്ല, അയ്യോ എന്റെ അച്ഛാ ചൂടു വിലക്ക് കുറെ വസ്തു കിട്ടി, മേടിക്കുമ്പോ സൂക്ഷിക്കണം. ചൂടു വിലക്ക് ചില വസ്തു കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അധികം തന്നതാ, അവൻ തലേ ഊരിയതാ. ചില അധികാരങ്ങൾ അവനെ ഇതിലെ പോരാടുന്നു. നമ്മുടെ പ്രോപ്പർട്ടികൾ, നമ്മൾ മേടിക്കുന്ന വീടുകൾക്ക് മേൽ പിശാചിന് അധികാരമുണ്ട്. പ്രാർത്ഥിച്ചിട്ട് കൈ കൊടുക്കാവൂ. അങ്ങനെ കുടുങ്ങി കിടക്കുന്ന ആൾക്കാർ എനിക്കറിയാം. 2 ഏക്കർ സ്ഥലം മേടിച്ചു മുണ്ടിയപ്പള്ളിയിൽ, മേടിച്ച് രജിസ്റ്റർ ചെയ്തതെന്ന് അപ്പം പോയി ബ്ലഡ് ശ്രദ്ധിച്ച് മരിച്ചു. അപ്പം മരിച്ചപ്പോൾ 3 പെങ്ങന്മാരുണ്ട്, ഒരു ബ്രദറാണുള്ളത്. മോന്റെ പേരിലേക്ക് ആധാരം എഴുതിയത് 6 മാസം കഴിഞ്ഞിട്ടാണ്. 2020 ആ മോനും ഹാർട്ട് അറ്റാക്ക് മരിച്ചു. എന്ന് ആധാരം രജിസ്റ്റർ ചെയ്തോ അന്ന് ആ മനുഷ്യൻ മരിച്ചു. പെങ്ങന്മാർക്ക് കൂടി കാശ് കൊടുത്തോണ്ട് പുള്ളിക്കാർ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഭാര്യ എന്ത് ചെയ്തു? പുള്ളിക്കാരി ഡൽഹിയിൽ നല്ല വർക്കാണ്, നല്ല കാശുണ്ട്. പുള്ളിക്കാരി എന്ത് ചെയ്തു? നല്ല പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ്. പുള്ളിക്കാരി പേരിലേക്ക് ഈ ആധാരം പുള്ളിക്കാരി എഴുതിയിട്ടില്ലായിരുന്നു. ഓട്ടോമാറ്റിക്കലി അവകാശം പുള്ളിക്കാരിക്കാണ്. പക്ഷെ അവകാശം പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരുടെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്നാൽ പൈസ ശക്തിക്കറിയാം ഇവക്കാണ് ഇത് ആധാരം രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. ഇവളെ അറ്റാക്ക് ചെയ്യാൻ ഡൽഹിയിലേക്ക് പോയി. ഡൽഹിയിലേക്ക് വന്നപ്പോൾ അടുക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥനയുടെ തീ കത്തുക. 5 മണിക്ക് ജോലി കഴിഞ്ഞു വരുന്ന ആ സഹോദരി ഒരു ചായ പോലും കുടിക്കാതെ മുട്ടുമടക്കി 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ചായ ഇട്ട് കുടിക്കുന്നു. അതാ പ്രാർത്ഥനയുടെ ഭാവം. അടുക്കാൻ പറ്റിയില്ല, ആ ശക്തിക്ക് അടുക്കാൻ പറ്റിയില്ല. പക്ഷേ അവരടങ്ങിയിരുന്നില്ല. പത്തനംതിട്ടയിൽ വ്യാപരിക്കുന്ന ആ ദുർശക്തി ഡൽഹിയെ ഭരിക്കുന്ന ശക്തിക്ക് ഇൻഫോർമേഷൻ കൊടുത്തു. അവൾ ജോലി എന്ന ബിസിനസിനെ തകർക്കണം. ഒക്കെ എങ്ങനെ അറിഞ്ഞോളാം? ഈ ശക്തിയെ കൊണ്ട് പറയിപ്പിച്ചതാ. ഈ പുള്ളിക്കാരി അവസാനം വ്യാപരിച്ചു കയറിയ ശക്തിയെ കൊണ്ട് മുഴുവൻ പറയിപ്പിച്ചിട്ടാണ് വിട്ടത്. ഏതാ റൂട്ട് കണ്ടുപിടിക്കണം. അതുകൊണ്ട് അവൾ ഡൽഹിയിൽ ഭരിക്കുന്ന ശക്തിക്ക് ഇൻഫോർമേഷൻ കൊടുത്തു അവന്റെ ബിസിനസിനെ തകർക്കാൻ. ആ ബിസിനസ് തകർത്തു. എന്തിനെന്നറിയാമോ തകർക്കുന്നത്? അവനോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല, അവൻ അവന്റെ പുണിയിലെ ആളാ. ഇവിടെ പ്രാർത്ഥന ഇല്ലാതാക്കണം. പ്രാർത്ഥന ഇല്ലാതാക്കി അറിയോ? ബിസിനസ് തകർന്നപ്പോൾ മുതലാളി വന്നിട്ട് പറഞ്ഞു, എല്ലാവരും 3 മണിക്കൂർ ഓവർ ടൈം ചെയ്യണം. 5 മണിക്ക് വീട്ടിൽ വന്നിട്ട് സഹോദരി പിന്നെ 8:30 വീട്ടിലെത്തുന്നത്. ട്രാഫിക് പ്രാർത്ഥന മുടങ്ങി. 6 മാസം കൊണ്ട് ഈ പൈശാചി മണ്ഡലം അറ്റാക്ക് ചെയ്തു. കാല് മുതൽ തലവല രോഗം. ജോലി രാജിവെച്ച് നാട്ടിൽ വന്നു. ആ വീട്ടിൽ വന്നിട്ട് അതുകൊണ്ട് തലമുറയ്ക്ക് പ്രശ്നം. ആത്മബന്ധിച്ചത് ഇളകിയ കെട്ട നമ്മുടെ 7 പൈശാചി ശക്തിയാണ് ആ വീട്ടിന്റെ പരിസരത്തിരുന്ന കുടിയിരുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ പിതാക്കന്മാരുടെ കാലത്ത് ബ്രിട്ടീഷുകാർ വന്ന് അടിച്ച് നിരത്തി കളഞ്ഞു ആ സ്ഥലം. അമ്പലങ്ങളൊക്കെ അടിച്ചു നിരത്തി. പക്ഷെ കുടിയിരിപ്പ് പോയില്ലായിരുന്നു. മേടിച്ചവരെല്ലാം അറ്റാക്ക് ചെയ്തു. പക്ഷെ കർത്താവ് പുറത്തു കൊണ്ടു. ഞാൻ പറയാൻ കാര്യം, വസ്തു മേടിക്കുന്നതിന് മുമ്പ് കയറി എന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇത് ദൈവത്തിന്റെ ഗീതമാണ് എനിക്ക് മതി. വീട് മേടിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. കർത്താവേ, ദൈവത്തിന്റെ ഗീതമാണ് എനിക്ക് മതി, അല്ലാത്ത എനിക്ക് വേണ്ട. തടയണം. ദൈവം തടഞ്ഞു കളയും. ഓക്കെ. 3-ാമത്തെ അധികാരം അന്ധകാര ലോകാധിപത്യ ശക്തികൾ. അന്ധകാരത്തിലെ ലോകാധിപതികൾ. അന്ധകാരത്തിലെ ലോകാധിപതികളാണ് എല്ലാവരെയും അടുക്ക വന്ന് ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡാർക്ക്നെസ് സ്പിരിറ്റ്. കുഞ്ഞുങ്ങളെ ട്രാപ്പ് ചെയ്യുന്നത്, നമ്മളെ ട്രാപ്പ് ചെയ്യുന്നത്, രോഗമിടുന്നത്, ഇതെല്ലാം ഈ ശക്തിയാണ്. അതിന്റെ ഫലത്തിലേക്ക് ഞാൻ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. അതിന്റെ ലാസ്റ്റ് പറയുന്നത് സ്വർലോക മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ദുഷ്ടമസേന ദൈവം ഡിക്ലെയർ ചെയ്തിരിക്കുന്ന എന്ന് പറഞ്ഞ അനുഗ്രഹത്തെ തടയുക. അതിവിടെല്ല വ്യാപരിക്കുന്നത്. അവർ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ദൈവം മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള സാധനം വിട്ടു കഴിഞ്ഞു, പക്ഷെ അവൻ തടയുക. എന്ത് ചെയ്യണം?
വെട്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഈ 4 സംഭവം കയറണം. ഞങ്ങൾക്കെതിരെ പോരാടി നിൽക്കുന്ന അധികാരത്തിന്റെ ശക്തികളെ, അന്ധകാര ശക്തികളെ, വാഴ്ചകളെ, സ്വർഗ്ഗലോകങ്ങളിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മസേനയെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വെട്ടിമാറ്റുന്നു. പ്രാർത്ഥന പോരാട്ടമായി മാറട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന പോരാട്ടമായി മാറട്ടെ. പ്രാർത്ഥന പോരാട്ടമായി മാറട്ടെ. ഇതിലെ 3ാമത്തെ ശക്തിയുടെ ഒരു പ്രവർത്തനം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. മത്തായി സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ വാക്യം. മത്തായി 11 അല്ല 11 12-ന്റെ 29. അവന്റെ കോപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീടും കവർച്ച ചെയ്യാം. ഈ 3ാമത്തെ ശക്തി അന്ധകാലത്തിലെ ലോകാധിപതി ഇവരാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഇവർ 2 രീതിയിലാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം. 2 രീതിയിലാണ് ഈ ശക്തി അറ്റാക്ക് ചെയ്യുന്നത്. ഒന്ന്, അവൻ ആൾക്കാരെ നോട്ടമിടും. ഏതൊരു വ്യക്തി ദൈവത്തിന് വേണ്ടി തിരിയണോ അത് നോട്ടമിടും. ദൈവം ഉപയോഗിക്കേണ്ട തലമുറയെ അവൻ നോട്ടമിടും. എങ്ങനെങ്കിലും അവനെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. ഒന്ന്, അവൻ കേറി എന്ന് നശിപ്പിക്കും. എങ്ങനെ? കേറി അകത്തിരുന്ന് വാണ് നശിപ്പിക്കും. അതാണ് പല വ്യക്തികളെ പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ടപിശാച് ഇറങ്ങി വരുന്നത്. പെന്തക്കോസ്തുകാരിൽ എന്തുകൊണ്ടാണ് പിശാച് മനസ്സിലായല്ലോ? ദൈവമായിട്ട് ബന്ധമില്ലാതെ, ദൈവാത്മാവിന് കീഴ്പ്പെടാതെ, ദൈവത്തെ കളിപ്പിച്ച് നടപ്പുണ്ടോ പിശാച് കയറിയിരിക്കും. അവൻ കേറിയിരുന്ന് ഇല്ലാത്ത രോഗം മുഴുവൻ ഇടും. നിന്റെ ജീവിതത്തിൽ സമാധാനം ഇല്ലാതാക്കും, കുടുംബ ബന്ധത്തെ നശിപ്പിക്കും, തലമുറ ബുദ്ധിപരങ്ങൾ ഇല്ലാതാക്കും. ഇതെല്ലാം അവന്റെ പരിപാടിയാണ്. കേറി ഇരുന്ന് നശിപ്പിക്കും. ഇന്ന് രാത്രി അങ്ങനെ എന്തെങ്കിലും കേറിയിരിപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ സമർപ്പണം ക്ലിയർ ആണെങ്കിൽ അത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇറങ്ങിപ്പോകും. അത് തലമുറ ഇറങ്ങിപ്പോകും. 2ാമത്തെ വിഷയമാണ് ഭയങ്കര ഭീകരം. 2ാമത്തെ വിഷയം ഞാനിപ്പോ വായിച്ചത്. അവന്റെ പരിപാടി, അവൻ വന്ന് അറ്റാക്ക് ചെയ്ത് കവർന്നോണ്ടു കയറിയിരിക്കുമല്ല, ബുദ്ധിമണ്ഡലത്തെ കവർന്നോണ്ട്, ആരോഗ്യത്തെ കവർന്നോണ്ട്. ഉടനെ അറിയാമോ? ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ കോപ്പ് കവർന്നെടുക്കാൻ പറ്റത്തില്ല. ഈ ബലവാൻ ആരെന്ന് നമുക്കറിയാം, പിശാചാണ്. എന്തുകൊണ്ട് യേശു കർത്താവ് ഇത് പറഞ്ഞു? ഇത് പറയാനുള്ള കാര്യം അവിടെ 1ാമത്തെ വാക്യം പറയും. നിങ്ങൾ വായിച്ചു നോക്കിക്കേ. അതിന്റെ 12-ന്റെ അനന്തരം ചിലർ കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. നോക്കിക്കേ, കുരുടനും ഊമനുമായ ഭൂതഗ്രസ്തൻ. ഇവനെ സൗഖ്യമാക്കിയതാണ് ഈ പ്രശ്നത്തിനെല്ലാം അവിടെ കാരണം. കർത്താവ് ഈ സൗഖ്യം നടത്തി കഴിഞ്ഞപ്പോൾ യഹൂദന്മാരും ശാസ്ത്രിമാരും എല്ലാം കൂടി കൂടിയിട്ട് പറഞ്ഞു, പരീക്ഷമാരൊക്കെ പറഞ്ഞു, ഇവൻ ബേൽസൂമിനെ കൊണ്ടാണ് ജയിക്കുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലായെന്നുള്ള കാര്യം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നത്? ബേൽസൂമിനെ കൊണ്ടാണ് ജയിക്കുന്നത്. ഒറ്റ അതിനർത്ഥം മനസ്സിലാക്കി പറഞ്ഞില്ല. ഇപ്പൊ ഒരു നിങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് ആരെങ്കിലും ഒരു നല്ല പവറുള്ള ഒരാളെന്ന് വെച്ചാൽ നല്ല തടിയൊക്കെ ഉള്ള ആൾ, അപ്പൊ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരാളിപ്പോ ഭയങ്കര വഴക്കുണ്ടാക്കി ഗുണ്ടകളൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ അച്ഛൻ അത്ര കഴിവൊന്നുമില്ലെങ്കിൽ അച്ഛൻ പറയും, എടാ ബേബിയെ ഒന്ന് ഓടി വന്ന് രക്ഷിക്കടാന്ന് പറഞ്ഞ ബേബി ഓടി വന്ന് നിങ്ങളെ രക്ഷിക്കും. അപ്പൊ ഇച്ചിരൂടെ പവറുള്ള മറ്റൊരു മനുഷ്യൻ വന്നിട്ട് നിങ്ങളെ രക്ഷിക്കും. ഇവരുദ്ദേശിക്കുന്നത് ഈ പിശാചിന്റെ പ്രവൃത്തിയെ യേശു ജയിച്ചത് ഇച്ചിരൂടെ പവർ കൂടിയ പിശാചിനെ കൊണ്ടുവന്നിട്ടാണ് ഇതൊക്കെ ജയിക്കുന്നതാ പറഞ്ഞു. അതാ ബേൽസിബൂബ്. അപ്പൊ യേശു പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ബേൽസിബൂബിനെ കൊണ്ടല്ല എന്ന് പറഞ്ഞാൽ അവര് തമ്മിൽ ഒരേ പവറാ, അവര് തമ്മിൽ ഒരേ രാജ്യമാ, അവര് തമ്മിൽ ചിന്തിരിക്കത്തില്ല. പക്ഷേ എന്നിൽ വ്യാപരിക്കുന്ന ശക്തി, സ്തോത്രം, എന്നിൽ വ്യാപരിക്കുന്ന ശക്തി അവരെ മാത്രമല്ല ബേൽസിബൂബിനെ പിടിച്ചു കെട്ടി ഞാൻ പറഞ്ഞ. അവിടെ കർത്താവ് പറയുന്നൊരു ഭയങ്കര മർമ്മമുണ്ട്. ഞാൻ ദൈവാത്മാവിനാൽ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം, ഓ ഇത് എന്തോ സംഭവം പറഞ്ഞാൽ അറിയാമോ? ഞാൻ ദൈവാത്മാവിനാലാണ് പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ. പെട്ടെന്ന് പറയാം.
അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ വന്നായിരുന്നു, നിങ്ങൾക്കറിയാം. അദ്ദേഹം ലോക നമ്പർ 1 രാജ്യത്തിന്റെ പ്രസിഡന്റാണ്. ഭയങ്കര പവറാണ് അല്ലേ? അദ്ദേഹം വരുമ്പോഴത്തേക്ക് ഭയങ്കര സെക്യൂരിറ്റിയാണ്. മറ്റു പ്രസിഡന്റുമാർ വരുന്നതൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കൂടെ വൈറ്റ് ഹൗസിന്റെ ഓഫീസ് തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. അത്ര വലിയ പവർഫുൾ മനുഷ്യൻ. ആ മനുഷ്യൻ ഡൽഹി വന്നു, നമ്മുടെ നരേന്ദ്രമോദിജിയോടൊക്കെ പോയി സംസാരിച്ചു, കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്തു, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു. ശരി അല്ലേ? പക്ഷേ അദ്ദേഹത്തിന്റെ പവർ ഉപയോഗിച്ച്, അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് തീഹാർ ജയിലിൽ കിടക്കുന്ന ഒരു കുറ്റവാളിയെ റിലീസ് ചെയ്യാൻ പറ്റുമോ? അമേരിക്കൻ പ്രസിഡന്റാണ്, നമ്പർ 1 രാജ്യത്തിലെ കൺട്രിയാണ്. പക്ഷേ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ വിധിച്ചിട്ടിരിക്കുന്ന ശിക്ഷ അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ അമേരിക്കൻ പ്രസിഡന്റ് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. എന്താ കാര്യം? അദ്ദേഹം രാജ്യത്തിന്റെ ഒന്നാമത് കാര്യമെല്ലാം ശരിയാ. അദ്ദേഹം കൂടെ മൂവ് ചെയ്യുന്നുണ്ടോ? വൈറ്റ് ഹൗസിന്റെ ഓഫീസൊക്കെ കൂടെ മൂവ് ചെയ്യുന്നുണ്ട്, കാര്യമെല്ലാം ശരിയാ. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, അദ്ദേഹം മൂവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കിങ്ഡം മൂവ് ചെയ്യത്തില്ല. കിട്ടിയോ? പക്ഷെ നമ്മുടെ രാജാവും കർത്താവ് ദൈവം നിന്റെ വീട്ടിൽ ഇറങ്ങിയാൽ, നിന്റെ വീട്ടിൽ ഇറങ്ങിയാൽ, നിന്റെ ഇറങ്ങിയാൽ ആ രാജ്യത്തിന്റെ നിയമം അവരിക്കുന്നത്, ആ രാജ്യത്തിന്റെ റൂളില്ല, ആ ദൈവരാജ്യത്തിന്റെ റൂളില്ല. യേശുവിന്റെ വീട്ടിൽ ഇറങ്ങിയാൽ, യേശുവിന്റെ താഴ്വരയിൽ ഇറങ്ങിയാൽ പിന്നെ ഭരിക്കുന്നത് ദൈവരാജ്യമാണ്. അതാ കർത്താവ് അവരോട് പറഞ്ഞേ, പൊട്ടന്മാരെ, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. രാജാതി രാജാവായ ഞാൻ എവിടെ ഇറങ്ങി വരുന്നു? എന്റെ രാജ്യം അവിടെ ഉണ്ട്. അത് യേശുവിൽ മാത്രമാണോ? അല്ല. യേശു എവിടെല്ലാം വസിക്കുന്നോ അവിടെല്ലാം ആ രാജ്യത്തിന്റെ ശക്തി വ്യാപരിക്കും. പത്രോസിൽ വ്യാപരിച്ചോ, പൗലോസിൽ വ്യാപരിച്ചോ, പീലിപ്പോസിൽ വ്യാപരിച്ചോ, നമ്മുടെ പിതാക്കന്മാരിൽ വ്യാപരിച്ചോ. ഇന്ന് ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാരിൽ ഈ രാജ്യത്തിന്റെ ശക്തി വ്യാപരിക്കുക. ആ രാജ്യത്തിന്റെ വാർത്താക്കളെ ഇവിടെ ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അറിയാമെങ്കിൽ ആ രാജ്യത്തിന്റെ ശക്തി കവർന്നുകൊണ്ട് പോയി. ബലവാൻ. ആ വാക്യത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കണം. സ്തോത്രം. ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ല, ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപം. എങ്ങനെ ആ കാര്യം ശരിയാകും? മാച്ചിങ് ആവുന്നു. പിശാചിന്റെ വീട്ടിൽ കടന്നിട്ട് അവന്റെ കോപ്പ് നടക്കുന്നില്ല. അവന് കോപ്പുണ്ടോ? അവന്റെ കോപ്പ് എന്താ? അവന്റെ കോപ്പ് ദുഷ്ടതയാണ്, അവന്റെ കോപ്പ് ഭയമാണ്, അവന്റെ കോപ്പ് മറ്റു പല കാര്യങ്ങളാണ്. അവന്റെ കോപ്പ് നമുക്കെന്തിനാ? നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, ഇവന്റെ കോപ്പല്ലത്. ദൈവത്തിന് അവന്റെ കോപ്പ് വേണ്ട. അവന്റെ വീടെന്ന് പറയുന്നത് അവന്റെ സ്റ്റോർ റൂമാണ്. ഇവിടെ എന്താ ചെയ്യുന്നറിയാം? ഈ കുരട്ടിലും ഈ ഓമനുമായ മനുഷ്യന്റെ കാഴ്ച ശക്തിയും സംസാരശേഷിയും ഇവൻ കവർന്നുകൊണ്ട് പോയിട്ട് അവന്റെ സ്റ്റോറി വെച്ചു. എന്നിട്ട് അവന്റെ കോപ്പ സംസാരമില്ലായ്മയും കേൾവി ശക്തി ഇല്ലായ്മയും തിരിച്ചിങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പൊ കിട്ടിയോ? കള്ളം മോട്ടിച്ചിട്ട് കൊണ്ടുവന്ന് വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവൻ കള്ളനാണ്. പിശാച് അറക്കുന്ന, മുട്ടിക്കുന്ന, മോഷ്ടിക്കുന്ന കള്ളൻ. അവൻ മോട്ടിച്ചോണ്ട് കൊണ്ട് സ്റ്റോറി കീപ്പ് ചെയ്യും. അവൻ ഒരിക്കലും അത് നശിപ്പിക്കാൻ കഴിയില്ല. ബിക്കോസ് അതിന്റെ ഉടയവൻ ദൈവമാണ്. അവൻ സ്റ്റോറി കീപ്പ് ചെയ്യും. എന്താണെന്നറിയാമോ? ഈ മനുഷ്യൻ യേശുവിനെ തള്ളി പറയണം. ഈ മനുഷ്യൻ ദൈവത്തിൽ നകന്നു പോകണം. എന്റെ ദൈവം, ഈ ദൈവം ഒരു ദൈവമാണോ? എനിക്ക് കാഴ്ചയില്ലാത്തും എനിക്ക് കേൾവിയില്ല, ഈ ദൈവത്തെ സേവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് ദൈവത്തിൽ അകന്നു പോകണം. പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ബ്രെയിനിനെ പിശാച് കവർന്നോണ്ട് പോകും. ഒരു കുഴപ്പമില്ല, ഓടി ചോറി ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരൻ എന്ന അട്ടലിന്റെ സൗഖ്യത്തെ കവർന്നോണ്ട് പോകും. ഇവിടുന്ന് എവിടെ കൊണ്ടുവെക്കും? സ്റ്റോറി കൊണ്ടുവെക്കും. സ്തോത്രം. ഇത് തിരിച്ചു പിടിക്കണമെന്ന് രാത്രി
ഇന്ന് രാത്രി അവൻ സ്റ്റോറി കൊണ്ടുവച്ചിരിക്കും നമ്മൾ തിരിച്ചു പിടിക്കാൻ പോവാ. അവൻ സ്റ്റോറി കൊണ്ടുവച്ച് തിരിച്ചു പിടിക്കാൻ പോവാ. അവൻ സ്റ്റോറി കൊണ്ടുവച്ചിരിക്കും നമ്മൾ തിരിച്ചു പിടിക്കാൻ പോവാ. ഹല്ലേലൂയ. പലതും കവർന്നോണ്ട് പോയിട്ടുണ്ട്. നിങ്ങളുടെ ആരോഗ്യത്തെ കവർന്നോണ്ട് പോയിട്ടുണ്ട്. നിങ്ങളുടെ സമാധാനത്തെ കവർന്നോണ്ട് പോയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സന്തോഷത്തെ കവർന്നോണ്ട് പോയിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങളെ കവർന്നോണ്ട് പോയിട്ടുണ്ട്. തലമുറ ബുദ്ധിമുട്ടുകളെ കവർന്നോണ്ട് പോയി. ഇന്ന് രാത്രി നമ്മൾ തിരിച്ചു പിടിക്കും. പിശാച് കവർന്നുകൊണ്ട് പോയതിനെ തിരിച്ചു പിടിക്കും. ഇന്ന് രാത്രി, നാളെയല്ല, ഇന്ന് രാത്രി നമ്മൾ തിരിച്ചു പിടിക്കും. രണ്ട്, ഏതെങ്കിലും അന്യായ ശക്തി നിങ്ങൾ ഈ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ വിട്ടുപോകും. നിങ്ങളെ ദൈവസ്ഥനെ സമർപ്പിച്ച് സമർപ്പകത്തോടെ തന്നെത്താനെ വിട്ടുമാറും. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും എഴുന്നേൽക്കാം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഹല്ലേലൂയ. രാവിലെ പ്രാർത്ഥിച്ചപ്പോ എന്നെ കർത്താവ് ചില കാര്യങ്ങൾ കാണിച്ചു. ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് എന്തൊക്കെയാ കവർന്നുകൊണ്ട് പോയെന്നുള്ള കാര്യം. കവർന്നുകൊണ്ട് പോയത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാൻ പോവാ. ഹല്ലേലൂയ. ഇന്ന് പല കുഞ്ഞുങ്ങൾ വ്യാപരിക്കും സ്പിരിറ്റ് ഓഫ് ഫിയർ. സ്പിരിറ്റ് ഓഫ് ഫിയർ, ഭയപ്പെട്ടിരിക്കുക. ചിലത് കവർന്നുകൊണ്ട് പോയിട്ട് റിജക്ഷൻ, ദ സ്പിരിറ്റ് ഓഫ് റിജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ വേണ്ട, മാതാപിതാക്കളെ വേണ്ട. ദ സ്പിരിറ്റ് ഓഫ് റിജക്ഷൻ ദൈവത്തെ തിരിച്ചു കൊണ്ടുവരാൻ പോവാ. സ്പിരിറ്റ് ഓഫ് റിജക്ഷന്റെ ശക്തി കുഞ്ഞുങ്ങളെ വിട്ട് മാറാൻ പോവാ. പഠിക്കുന്ന ചില വ്യക്തികളെ വ്യാപരിക്കുന്നുണ്ട്. ദ സ്പിരിറ്റ് ഓഫ് റിജക്ഷൻ, ദ സ്പിരിറ്റ് ഓഫ് സൂയിസൈഡ്. ഞാൻ കൊല്ലും, ഞാൻ മരിച്ചോളയും, എന്നോട് സംസാരിച്ചാൽ ഞാൻ ജീവിതം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ സ്പിരിറ്റ്, അത് ഇന്ന് രാത്രി ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവാണ്. രണ്ട്, സ്പിരിറ്റ് ഓഫ് റിബല്യൻ. ആരെ അനുസരിക്കത്തില്ല, ടീച്ചേഴ്സിനെ അനുസരിക്കത്തില്ല, മാതാപിതാക്കളെ അനുസരിക്കാത്ത സ്പിരിറ്റ് ഓഫ് റിബല്യൻ. അഞ്ചാമത് കർത്താവോട് പറഞ്ഞത് സ്പിരിറ്റ് ഓഫ് മാമോൻ. എന്താ മനസ്സിലായത്? പണം ബന്ധിച്ചിരിക്കുക, ചില ആൾക്കാരെ സ്ഥാനമോഹങ്ങൾ ബന്ധിച്ചിരിക്കുക. ആ സ്പിരിറ്റ് ഓഫ് മാമോൻ ഇന്ന് രാത്രി അഴിഞ്ഞു പോവുകയാണ്. മൂന്നാമത് സ്പിരിറ്റ് ഓഫ് ലസ്റ്റ്, സ്പിരിറ്റ് ഓഫ് അഡൾട്ടറി, സ്പിരിറ്റ് ഓഫ് ഫോട്ടോഗ്രാഫി, സ്പിരിറ്റ് ഓഫ് മാസ്റ്റർബേഷൻ, സ്പിരിറ്റ് ഓഫ് ബോണ്ടേജ്. ദൈവാത്മാവുള്ള വിഷയമാണ്. ഈ സംഭവങ്ങൾ ഇന്ന് അഴിഞ്ഞു പോകാൻ പോവാ. പിശാച് കവർന്നുകൊണ്ട് പോയതിനെ നമ്മൾ തിരിച്ചു പിടിക്കാൻ പോവാ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ.